എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലാണ് വായിച്ചത്. വേദപുസ്തകത്തിലെ ലേഖനങ്ങളിൽ വളരെ എടുത്തു പറയത്തക്ക ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് വർഷങ്ങള് പഴക്കമുള്ള സഭയായതുകൊണ്ടും വിശ്വാസികൾ പഴക്കമുള്ളവരായതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല തിട്ടം കാണും. അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. ഈ എബ്രായ ലേഖനത്തിന് വേദപുസ്തകം പഠിക്കുന്നവർ കൊടുത്തിരിക്കുന്ന വേറൊരു പേര് പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമല്ല. പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകം. കാരണം പെരുന്നാളുകള് യാഗങ്ങൾ, പഴയ നിയമ ദൈവാലയം, യഹൂദന്റെ ദൈവാലയം, ദൈവാലയത്തിനകത്തുള്ള ഉപകരണങ്ങൾ, ആരാധനകളുടെ ക്രമം, ചട്ടം, വിധി, ശുദ്ധീകരണ പ്രക്രിയ, അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകവും പുറപ്പാട് പുസ്തകവും എല്ലാം അതിൽ നിന്നെല്ലാം കൂടെ ചേർത്ത് കോർത്ത് ഈ പുസ്തകത്തിൽ ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വേദപഠിതാക്കളിൽ ചിലര് ഈ എബ്രായ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമാണ്. കാരണം ഉത്സവങ്ങളും പെരുന്നാളുകളുമെല്ലാം അതിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും എല്ലാം ലേവ്യ പുസ്തകത്തിലുണ്ട്. അപ്പോൾ വളരെ ഈടുറ്റ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനം പൗലോസ് എഴുതിയത് അല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന ചിലരുണ്ട്. ഇത് അപ്പൊല്ലോസ് എഴുതിയെന്നും ബർന്നബാസ് എഴുതിയെന്നും അക്കിലാവും പ്രിസ്കില്ലയും കൂടെ ചേർത്തെഴുതിയെന്നും ആദിമ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ ചിലരെ എഴുതിയെന്നും ഇങ്ങനെയൊക്കെ ഒത്തിരി വാദഗതികളുണ്ട്. എന്നാൽ ഈ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ബോധ്യപ്പെടും, മറ്റ് ലേഖനം കൂടെ ചേർത്ത് പഠിച്ചാൽ ഇത് ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനം. കാരണം ഇതിൽ ഈ അധ്യായങ്ങളെ, അധ്യായത്തിന്റെ ഘടനകൾ, പഴയ നിയമത്തിലെ പ്രവചന സൂക്തങ്ങൾ, ന്യായപ്രമാണത്തിലെ വാക്യശകലങ്ങൾ, ഇതെല്ലാം കൂടി എടുത്ത് ചേർത്ത് കോർത്ത് ഇണക്കി പുസ്തകത്തിൽ ചേർത്ത് ചെലുത്തിയിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഇതെഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായി, വളരെ കൃത്യമായി, കൃത്യത്തിന് പഠിച്ച് പ്രാപിച്ച ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. അതങ്ങനെ തന്നെ, തർക്കമൊന്നും വേണ്ട. പിന്നെ നമ്മള് ഉടക്കണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിലെ അങ്ങ് പൊക്കോളൂ, ഉടക്കമൊന്നും വേണ്ട. എബ്രായ ലേഖനം ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനം. ഇനി ഈ എബ്രായ ലേഖനം എഴുതുവാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം, എബ്രായ വിശ്വാസികൾ ഈ മാർഗത്തിൽ വന്നു. ഏത് മാർഗം? ക്രിസ്തു മാർഗം എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ക്രിസ്തുവിനെ സേവിപ്പാൻ, ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ ക്രിസ്ത്യാനിയായി തീർന്നെന്നർത്ഥം. അപ്പൊ അങ്ങനെ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് ആദ്യം ചിന്തിക്കണം. സ്തോത്രം. നമ്മൾ പറയുന്നത് എല്ലാവരും ക്രിസ്ത്യാനിയാന്ന, ക്രിസ്ത്യാനിയൊന്നും അല്ല. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാം, ശരിയായ ക്രിസ്ത്യാനി രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മസ്നാനം പ്രാപിച്ച്, വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവ പൈതല ക്രിസ്ത്യാനി. അല്ലാത്ത ഒന്നും ക്രിസ്ത്യാനി അല്ല. അല്ലാത്തതെല്ലാം ജാതികളാ. മിണ്ടുന്നില്ലല്ലോ ആരും. അല്ലാതെല്ലാം ജാതികളാണ്. വേദപുസ്തകത്തിന്റെ ഭാഷയിലായി പറയാൻ. വേദപുസ്തകം പഠിച്ചാൽ, പുതിയ നിയമം പഠിച്ചാൽ 2-3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കുന്നത്. 1 ജാതികൾ, 2 ദൈവസഭ, 3 യഹൂദൻ. നമുക്കറിയാം യഹൂദന്മാരാരും ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഇല്ല. യഹൂദനെ കണ്ടാൽ അറിയാം. എന്നെ നിങ്ങളെ കണ്ട യഹൂദനാണെന്നൊന്നും ആർക്കും മനസ്സിലാകുകയില്ല. യഹൂദനല്ല. പിന്നെ നമ്മൾ വെറുതെ ഞെളിയൊന്നും വേണ്ട. ഇവിടെ ഈ ഏരിയയിലെങ്ങും ഇല്ല. ചിങ്ങവന സൈഡിലും ഇല്ല, റാന്നി സൈഡിലും ഇല്ല, കല്ലിശ്ശേരി സൈഡിലും ഇല്ല, ഒഴവൂര് സൈഡിലും
നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അങ്ങ് യഹൂദന്മാരില്ല. മട്ടാഞ്ചേരിയിലുണ്ടായിരുന്നു, അവരെ സമയമായപ്പോൾ അങ്ങ് കയറിപ്പോയി. പിന്നെ 1-2 ഫാമിലി ഉണ്ടെന്ന് കേൾക്കുന്നു, ഒക്കെ എല്ലാം തൂത്തടിച്ച് പോയി. പിന്നെ ഞങ്ങൾ യഹൂദന്മാരാന്നും പറഞ്ഞ് ഇതിലെ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ പറയാം. ചിലതിനെ കണ്ട വറകലം തോറ്റു. യഹൂദന്മാരാരുമില്ല. പിന്നെ വല്ല വിസിറ്റിങ്ങിനോ നാട് കാണാനോ വല്ലതും വന്നെങ്കിലായി. അല്ലാതെ ഇവിടെ പാർട്ടി, വിശേഷിച്ച് കോട്ടയം ജില്ലയിൽ യഹൂദനേ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. പിന്നെയുള്ളത് ദൈവസഭയാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോർഡല്ല, അത് നമ്മളൊരു സംഘടനയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ബോർഡ് വെച്ചേക്കുന്നതാ. അതല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട. കേൾക്കുന്ന ഇടത്ത്, ഇരിക്കുന്ന ഇടത്തിരുന്ന് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, അപേക്ഷിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ പാപങ്ങൾ പരിഹരിക്കണം, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അപ്പൊ യഹൂദന്മാർ ഇവിടെ ഇല്ല, പിന്നുള്ളത് ദൈവസഭയാണ്. ബാക്കി മുഴുവൻ ജാതികളാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് യാതൊരു പ്രതികരണവും ഇല്ല, വിശ്വാസവും ഇല്ല. പിന്നെ ഞാൻ ഇതിൻ്റെ സത്യം പറഞ്ഞേ ചങ്ങ് പോവുക. പണ്ട് കവി പറഞ്ഞ പോലെ, സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥമറിയുന്നു ദുഷ്ടന്മാർ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അപ്പൊ ശ്രദ്ധിക്കുക, സാരമുള്ള വചനങ്ങൾ കേട്ടാൽ ഇത് നീരസമായിട്ട് വിടുന്ന ആൾക്കാരുണ്ട്, അവർക്കത് വിഷയമൊന്നുമല്ല. അതിന് അടുത്ത ഉദാഹരണം പറയാം. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പശുവിൻ്റെ അകിട് തൂങ്ങിക്കിടക്കുക, നിറച്ച് പാലാ, എന്നാലും കൊതുക് ചെന്നിരുന്ന അന്നായി ഇച്ചിരി പാല് കുടിച്ചേച്ച് പോകാം. പാല് സമ്പൂർണ്ണാഹാരമാണ്. കൊതുകിന് താല്പര്യമില്ല. കൊതുകിന് ചോര തന്നെ കൊതുകിന് കൗതുകം. കൊല്ലാട് സഭയിലെയാ, കൊല്ലാട് ദേശത്തെയാ, ഞാൻ ഇന്ത്യ ദൈവസഭയുടെയാ ആളാന്നൊക്കെ പറഞ്ഞാലും ചിലക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ സെമിത്തേരിക്ക് കാശുമൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വോത്രം. പരുത്തമ്പാറ ഒരു സെല്ലും ഉണ്ട്. അടുത്ത ദിവസം അന്നേ ശ്വാസം മുട്ടലും മിമ്മിഷ്ടമുണ്ട്. പിന്നെ ഇനി വേറെ സഭയിൽ ചെന്നാൽ ആരും അങ്ങനെ എടുക്കുകയും ഇല്ല. കാരണം ഇവിടെ ഉടക്കുണ്ടാക്കുന്ന പുള്ളിയാണെന്ന് നാട്ടുകാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ എന്നാൽ പിന്നെ ചാകുന്നനം വരെ ഇവിടെ തന്നെ മിണ്ടുന്നില്ലല്ലോ, കൂടി അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചിന്താഗതിയുള്ളവരുണ്ട്. എന്നാൽ ഓരോ ദിവസവും ആത്മാവിൽ ബലപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ ബോധ്യപ്പെടും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിൽ വരാം. ഇവര് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നവരാണ് എബ്രായ വിശ്വാസികൾ. ഇവർ യഹൂദ മതം വിട്ടാണ് നസ്രായ മാർഗത്തിലേക്ക് വന്നത്. നമുക്കറിയാം, യഹൂദനെ കണ്ടാൽ അറിയാം അവന്റെ സ്വഭാവം, സംസാരം, പ്രകൃതി, ജീവിതചര്യ, നിഷ്ഠ, ചിട്ട, വസ്ത്രധാരണം, വേഷം, ഭാഷ എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതുപോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളതാണ്. ദൈവത്തിന് പ്രത്യേക സമ്പത്താണ്. അവരെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള യഹൂദനെ കണ്ടാൽ അന്നേരം മനസ്സിലാക്കാം. കാരണം ഈ പ്രത്യേകതയെല്ലാം അവർക്ക് ഒത്തിരി ഉണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചേ, നമുക്ക് അറിവുള്ള വാക്യമാ. എന്നിരുന്നാലും റോമാലേഖന 9-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ ഒന്ന് വായിച്ചാൽ യഹൂദനുണ്ടാകുന്ന വിശേഷതകളെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ.
എനിക്ക് വലിയ വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധനുള്ള സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അടുത്ത പദങ്ങൾ അവർ ഇസ്രായേലിയർ, അവര് ഇസ്രായേലിയർ. അപ്പൊ യഹൂദന്റെ ക്വാളിറ്റി അവിടെ കൊടുത്താടോട്ടെ. അവർ ഇസ്രായേലിയർ. ഇനി അവരുടെ വിശേഷതയാ അവർ ഇസ്രായേലിയർ. പുത്രത്വവും. അപ്പൊ ശ്രദ്ധിച്ചേ, പുത്രത്വം അത് യഹൂദന് മാത്രമുള്ളതായിരുന്നു. പുത്രത്വം. അടുത്തത് തേജസ്സും. തേജസ് അത് യഹൂദന് മാത്രം വെച്ചിരുന്നതാ. പിന്നെ നിയമം അതെല്ലാം അവർക്കുള്ളതാ. പിന്നെ ന്യായപ്രമാണം അത് യഹൂദന് മാത്രമുള്ളതാ. അടുത്തത് ആരാധന അതും അവർക്ക് മാത്രമുള്ളതാ. പിന്നെ വാഗ്ദത്തങ്ങൾ അതും അവർക്ക് മാത്രമുള്ളതാ. അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിതാക്കന്മാർ നമ്മുടെ ഉദ്ദേശിക്കുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അത് അവര് പ്രാർത്ഥിക്കുമ്പോ അങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ നമ്മളെങ്ങും അങ്ങനെ കയറി വിളിച്ച് പ്രാർത്ഥിക്കരുത്. നമ്മുടെ പിതാക്കന്മാരുടെ ചുമ്മാ വിറപ്പിക്കരുത്. നമ്മളങ്ങനെ കയറി വിളിച്ചാൽ പല ആൾക്കാർ വന്ന് ചോദിക്കും, കുഞ്ഞനാമ്മ എന്തിനാടി എന്നെ വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലായോ? നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് ചോദിച്ചാൽ പുള്ളി വന്ന് നോക്ക്, എന്നെ വിളിച്ച എന്നാന്ന് ചോദിക്കും. മനസ്സിലായോ? നമ്മൾ പറയില്ലേ ഞങ്ങൾ വിളിച്ചില്ല, ഇല്ല ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെ വന്നതാന്ന് പറയും, ചെരുപ്പിടാൻ നടന്ന്. മനസ്സിലായിക്കാണ്? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് വെച്ചാൽ തള്ളയും കൊച്ചും കൂടെ വരും. മോളി എന്തിനടി വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണമായിട്ട് പറഞ്ഞതുള്ളൂ, ഒത്തിരി പറയാനുണ്ട്. ഇനി ബാക്കി നിങ്ങൾ അങ്ങ് വെറുതെ ഇരിക്കല്ലയോ, പൂരിപ്പിക്കും. ഒരു സ്തോത്രം പോലും പറയുന്നില്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ അങ്ങ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. നിന്നെ ആ യേശു രക്ഷിച്ചേ, നിനക്ക് വേണ്ടി ആ കർത്താവ് ജീവനെ തന്നത്, നിനക്ക് വേണ്ടി അവിടുന്ന് രക്തം ചിന്തിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ പിതാക്കന്മാരും അവർക്കുള്ളവർ. ഇനി ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചു. അവരിൽ നിന്നാണ്. ഇതൊക്കെ യഹൂദന്റെ വിശേഷതയാണ്. ആരാധനയെല്ലാം അവർക്ക് മാത്രമാണ്. ഇത് പറയുമ്പോൾ ഞാൻ പുറകോട്ട് കേരളത്തിലെ ചില കാര്യവും ചിന്തിക്കാനുണ്ട്. പണ്ട് നമ്മൾ ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് മനുഷ്യനെല്ലാം ആരാധിക്കണം എന്നൊരു ചിന്തയുണ്ടല്ലോ. അപ്പൊ ആ ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഏത് വ്യക്തിക്കും ഉണ്ട്. അപ്പൊ ഈ മാർഗത്ത് വരുന്നതിന് മുമ്പ് എല്ലാവരെയും ഒന്നും എല്ലായിടത്തും കയറ്റുകയല്ലായിരുന്നു ആരാധിക്കാൻ. മനസ്സിലായി കാണും? മനസ്സിലായില്ല? പണ്ട് കാലത്ത് എല്ലാ വിഭാഗക്കാരെയും ക്ഷേത്രങ്ങളിലൊന്നും കയറ്റുകയല്ല. പിന്നെ അത് കഴിഞ്ഞൊക്കെ ആ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത്. ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ ആ റോഡിൽ കൂടെ പോലും പോകാൻ ഒക്കുകയല്ല. പേരും ഒന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ഒരു വലിയ പ്രമാണിയെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൊണ്ടുപോവുക. പുള്ളിയുടെ വണ്ടിയല്ല. അപ്പം വണ്ടി ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പുള്ളി പറഞ്ഞെന്നാ അങ്ങോട്ട് പോകാം, ഞാൻ നടന്നു വന്നേക്കാന്ന്. കാരണം പുള്ളി അതിലേ പോകാൻ ഒക്കുകയല്ല. എന്ന് പറഞ്ഞാൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും വന്ന് വലിയ വലിയ ക്ഷേത്രങ്ങളുടെ അകത്ത് കയറാനോ അങ്ങോട്ട് ചെല്ലാനോ ഒക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ നിങ്ങൾ ഒത്തോണ്ട് തന്നെ ആക്കുകയാണോ? ഓരോ ജാതിക്കാർക്ക് ഇത്ര അടി ദൂരം നടക്കണം. ശബ്ദം ഉണ്ടാക്കുമ്പോഴേ അടുക്കാൻ ഒക്കുകയല്ല. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ചിലരെ കയറ്റത്തില്ലല്ലോ. കയറുമെന്നൊക്കെ പാടി നടക്കുന്നുണ്ട്. ഞാൻ അവിടെ കയറും, ഒരു ദിവസം പോകും. അതൊന്നും നടക്കുന്ന കേസല്ല. മതിലിൻ്റെ കൂടെ പാടി നടക്കാന്നല്ലാതെ നടക്കുന്ന കേസല്ലത്. എന്തുവാ അങ്ങോട്ട് എല്ലാവരും പോകുന്നോ? ഒരു ശബ്ദവും കേൾക്കാൻ മേല. അപ്പൊ ശ്രദ്ധിക്കുക, ആരാധനയ്ക്കോ അന്നത്തെ നിലയിലാണെങ്കിലും ചെന്ന് കയറാനും എടുക്കാനും ഒന്നും കാണാനും ഒന്നും ഒക്കത്തില്ല. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല.
വിദ്യ അഭ്യസിക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് വിവരമില്ല. വിദ്യാഭ്യാസം ഉണ്ടല്ലേ വിവരം ഉണ്ടാവും. വിവരമില്ലാതിരുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് ആശാനും അത് കണ്ടേച്ച ഒരു ലൈൻ എഴുതി, അക്ഷരമെന്നതറിവില്ല ചാത്തന്, യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന്, യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അപ്പൊ അക്ഷരം അറിയാൻ മേലാത്തത് കൊണ്ട് യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെ ഇരുന്ന കാലത്താ ദൈവിക ദർശനം പ്രാപിച്ച മിഷണറിമാര് ഈ നാട്ടിൽ വന്ന് ചാത്തനെ കണ്ടെത്തി നിന്ന് വലിച്ചു കയറ്റി കാളയുടെ കൂടെ വെച്ച് ഒഴുകായിരുന്നു. സായിപ്പ് കുതിരവണ്ടിയെ പോയപ്പോൾ ഇനി വരാൻ പറഞ്ഞു. കണ്ടത്തിലെ കാളയ്ക്കൊപ്പം പൂട്ടിക്കൊണ്ടിരുന്ന പുള്ളിയെ പിടിച്ച് സായിപ്പ് അങ്ങ് കൊണ്ടുപോയി അക്ഷരമെല്ലാം പഠിപ്പിച്ചു. അക്ഷരം നന്നായിട്ട് പഠിപ്പിച്ചു. സായിപ്പിന് വരുന്ന ബുദ്ധിമുട്ട്, അക്ഷരം പഠിപ്പിച്ചപ്പം ചാത്തന് വിവരമുണ്ടായി, ബോധമുണ്ടായി. ബോധമുണ്ടായപ്പം പുള്ളി ഈ പുസ്തകം ഇങ്ങനെ വായിച്ചപ്പം എഴുതിയിരിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. അപ്പൊ ചാത്തന് മനസ്സിലായി യക്ഷിയും പേയും ഒന്നും അല്ല ദൈവം, ജീവനുള്ള ഒരു ദൈവമുണ്ട്. വിവരം ഉണ്ടായത് കണ്ടോ? അതുണ്ടാകാതിരിക്കാനാ പറഞ്ഞ് മിണ്ടിപ്പോകരുത്. സംസ്കൃതം എങ്ങാനും പറഞ്ഞാൽ നിന്റെ നാവ് പിഴുതെടുക്കും. സംസ്കൃതം ഒന്നും വേണ്ട, മലയാളം പോലും പഠിക്കാൻ അനുവദിക്കുകയാണ്. പള്ളിക്കൂടത്തിൽ ഒരു കൊച്ചനെ കയറ്റിയെന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിന് തീ വെച്ചത്. പുല്ലാട് തിരുവനന്തപുരത്ത് ഒരു പഞ്ചമി എന്ന് പറയുന്ന ഒരു കൊച്ചിനെ കയറ്റി പള്ളിക്കൂടത്തിന് അങ്ങ് തീ വെക്കുക, നെടുക നടന്നങ്ങ് തീ വെക്കുക. അങ്ങനെ പൊരുതി പോരാടി. അപ്പൊ ഈ അക്ഷരം നമ്മളെ പഠിപ്പിച്ച് അത് പഠിച്ചത് കൊണ്ട് വിവരമുണ്ടായി. വിവരം വെച്ചപ്പോൾ ഈ പുസ്തകം വായിക്കാനിടയായി. ഇത് വായിച്ച മനസ്സിലായി ഒന്നുമല്ല, ഇതെല്ലാം മതപരമാ. ഒരു ദൈവമുണ്ട്, സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, സകലരെയും പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്, ഒരു ജീവനുള്ള ദൈവമുണ്ട്, സത്യദൈവമുണ്ട്, ഏകദൈവമുണ്ട്, നിത്യദൈവമുണ്ട്. ഈ ബോധം നമുക്കുണ്ടായി. അതിന്റെ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ആരാധനയും ന്യായപ്രമാണവും പിതാക്കന്മാരും എല്ലാം യഹൂദനുള്ളതാണ്. ഇങ്ങനെയുള്ള യഹൂദ ജനം യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ആരാധിക്കുവാൻ ഈ മാർഗത്തിൽ വന്നു. അപ്പൊ യഹൂദനെ സംബന്ധിച്ച് ജാതിയിൽ ശ്രേഷ്ഠരാണ്. തന്നെയുമല്ല, യെരൂശലേം ദേവാലയം ഇവരുടേതാണ്. തലയെടുപ്പോടെ നിൽക്കുന്ന അമ്പരചുംബിയായി ദേവാലയം. നമുക്കറിയാം 3 ഭാഗങ്ങളാണ്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇതിനകത്ത് ധാരാളം ഉപകരണങ്ങളുണ്ട്. മിക്കതും തങ്കം കൊണ്ടും പൊന്നുകൊണ്ടും പൊതിയപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും ക്രമീകരിക്കപ്പെട്ടതായ ഉപകരണങ്ങൾ. കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ, അബിയാക്കൂർ മുതൽ സെക്കറിയാക്കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. ഇവരുടെ എല്ലാം തലപ്പത്ത് നിൽക്കുവാനായിട്ട് മഹാപുരോഹിതൻ, അത് സ്ഥാനചിഹ്നവേക്ഷ വിഭൂഷിതനായിട്ട് മഹാപുരോഹിതൻ. ആ തലമുടിയും കെട്ടും വടിയും കൊടയും ആ വരവും ആ നിപ്പും ആ മാർപ്പതക്കവും പുള്ളിയുടെ ആ എഴുന്നള്ളത്തും വരവും ഒക്കെ കണ്ട ചുമ്മാ നിൽക്കുന്നവനും വെച്ചു പോകും. പുള്ളി ആ വരവൊക്കെ ഉണ്ട്. വഴി നിൽക്കുന്നവനാന്ന് കഴിഞ്ഞാൽ മഹാപുരോഹിതനെ. അപ്പോൾ തലയെടുപ്പോട് നിൽക്കുന്ന യെരൂശലേം പള്ളി, നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിന്റെ സ്ഥാനങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അണിഞ്ഞ് ഒരു വരവ്. പിന്നെ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ പള്ളിക്കകത്ത്. യെരൂശലേം പള്ളി ജാതിയിൽ ശ്രേഷ്ഠര്, എവിടെ ചെന്നാലും മാന്യത, എല്ലാം കൊണ്ടും ഉന്നത ശ്രേണിപ്പെട്ടവരായ യഹൂദ ജനം. അപ്പൊ ഇങ്ങനെയുള്ള ഇവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വന്നു. അപ്പൊ യഹൂദൻ ഇതെല്ലാം വിട്ടേച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്.
ജാതികളുടെ ശ്രേഷ്ഠത, അമ്പരചുംബിയായ യെരൂശലേം പള്ളി, തന്നെയുമല്ല അതിനോട് ചുറ്റുപാട് നിൽക്കുന്ന ഈ പല കാര്യങ്ങൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപനജംഗമ വസ്തുക്കൾ, പുരോഗത വൃന്ദങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം വിട്ടേച്ച് വരിക ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഞാൻ പറയാറുണ്ട്, പലതും വിടാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അവർക്കറിയാം ഇതാ സത്യമെന്ന്, പക്ഷെ പലതും വിടാൻ മനസ്സില്ല. അപ്പൊ യഹൂദജനം, എബ്രായ വിശ്വാസികൾ ഇതെല്ലാം വിട്ടതിന് ശേഷം നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നു. അപ്പൊ ആരംഭകാലത്ത് ഇവര് വളരെ തീഷ്ണതയോടെ നിന്ന ദൈവമക്കളാണ്. ആരംഭകാലത്ത് അവരുടെ തീഷ്ണതയ്ക്ക് നിദാനമായിട്ട് എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല, ഒരു വാക്യം വായിക്കണം. എബ്രായ വിശ്വാസികളുടെ തീഷ്ണതയ്ക്ക് നിദാനമായിട്ട് ഒരു വാക്യം വായിച്ചു. എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിന്റെ 32 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ നമുക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിച്ചാണ്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, സാക്ഷാൽ പ്രകാശം, സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ആരും വെട്ടം കൊണ്ട് നടക്കണ്ട, അവിടുന്ന് ആ വെളിച്ചം. യേശു ഇവിടെ ഇരിക്കുക, ഒരു ലൈറ്റ് അവിടെ ഇരുന്നോട്ടെ. വെച്ചേച്ച് പോന്നപ്പോ കറണ്ടും പോയി. യേശുവിന് ആ ലൈറ്റ് അടിക്കണ്ട, അവിടുന്ന് വെളിച്ചമാണ്, അവിടുന്ന് മാത്രമാ വെളിച്ചം. അപ്പൊ ഇരുള് മൂടിയ ലോകത്തിൽ, അന്ധകാര നിബിഡമായ ലോകത്തിൽ മനുഷ്യനെല്ലാം വെട്ടം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുക. ഈ രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും പറയട്ടെ, സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവേശുവിന്റെ അടുക്കൽ വന്നാൽ നിന്റെ ഇരുളുകളെല്ലാം മാറിപ്പോകും. ഈ സാക്ഷാൽ വെളിച്ചമാകുന്ന ഈ ദിവ്യ വെളിച്ചം വന്നത് കൊണ്ടല്ലയോ എവിടത്തെയല്ല ഇരുട്ടാ മാറിയത്. നിന്റെ വീട്ടിനകത്തെ ഇരുട്ട് മാറി. നീ കുടിച്ചു കൂത്താടി മതോന്മത്തനായ നല്ലൊരു ചട്ടിയും കലവും നിന്റെ വീട്ടിലില്ലായിരുന്നു, ഉണ്ടായിരുന്നോ? നീ കുടിച്ച് പണിക്ക് പോയാൽ 4 കാലയിലാണ് നീ തിരിച്ച് വന്നത്. അവസാനം റെയിൽവേ ട്രാക്കിലാണ് കിടന്നത്. എന്നെ അടിച്ചു. അയ്യോ, ആർക്ക് കലകം? ഒന്ന് പറ, നിങ്ങളൊന്ന് പറ. ആർക്ക് ആവലാതി? ആർക്ക് അനാവശ്യമായ മുറിവ്? ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ ലോകക്കാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ട. നിന്റെ കുടുംബത്തിൽ പോലും നിന്നെ വേണ്ടായിരുന്നു. എൻ്റെ ഭാഷയിൽ പറയും, ഒരു നല്ല ചട്ടിയും കലവും നിന്റെ വീട്ടിൽ ഇല്ല. ആകെ 2 മംഗലോ ഒരു പൊട്ടച്ചട്ടിയായിരുന്നു. അതും നീ എടുത്ത് അടിച്ചുടച്ചു. അല്ല, കുടിച്ച് ലക്ക് കെട്ട് വന്നപ്പോഴേ നിന്റെ വീട് അന്ധകാര നിബിഡമായ ഒരു ഭവനമായിരുന്നു. എന്നാൽ അന്ധകാരം മാറിയത് വെളിച്ചമാകുന്ന യേശു വന്നപ്പോഴാണ്. സ്തോത്രം. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നല്ല പാത്രമൊക്കെ, ചളങ്ങാത്ത കാലമല്ല, നിങ്ങൾക്കൊന്നും അറിയാൻ മേല. സ്തോത്രം. വീടിന്റെ ഇരുള് മാറിയത് വെളിച്ചമാകുന്ന യേശു നിന്റെ ഭവനത്തിൽ വന്നതുകൊണ്ട്. ഈ ദേശത്തിന്റെ ഇരുള് മാറിയത് സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ദേശത്ത് ഉയർത്തപ്പെട്ടപ്പോഴാണ്. പട്ടണങ്ങളുടെയും രാജ്യങ്ങളുടെയും എല്ലാം ഇരുള് മാറണമെങ്കിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തണം. തത്തുല്യമായൊരു പ്രയോഗം ബൈബിളിലുണ്ട്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. യേശു ക്രിസ്തുവിന്റെ നാമം, ക്രിസ്തുവേശു എവിടെ ഉയർത്തപ്പെടും അവിടെ അന്ധകാരം മാറും. അതുകൊണ്ട് യേശുവിന് ആരും വെളിച്ചമൊന്നും അടിച്ചു കൊടുക്കണ്ട, അവിടെ നിന്നാണ് വെളിച്ചം. അപ്പൊ ഇതാ വായിക്കുന്നത്, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം. അങ്ങനെ എഴുതിയേക്കുന്നത്, വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം എന്നർത്ഥം. നിങ്ങൾ ഈ മാർഗത്തിൽ വന്നതിന് ശേഷം, അതാ അതിന്റെ അർത്ഥം. ശേഷം നിന്ദകളാലും പീഡകളാലും ഊത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ആരംഭകാലം. അങ്ങനെ ഈ മാർഗത്തിൽ വന്നാൽ കഷ്ടതയും നിന്നയും അപമാനവും ഉണ്ട്, ഇല്ലേ? മിണ്ടുകയല്ല, ഉണ്ട്. ഈ മാർഗത്തിൽ വന്നാ ഉണ്ട്. ആക്ഷേപിക്കും. ഒരു കല്യാണം വീട്ടിൽ ചെന്ന് നിന്നെ ആക്ഷേപിക്കും.
ഒരു വിരുന്ന് വീട്ടിൽ ചെന്നേ, അവരെല്ലാം കൂടെ വട്ടം ഇരുന്ന് സോറ പറഞ്ഞിരിക്കുക, നീ അതിനെ ഉൾക്കൊള്ളുന്നില്ല. നീ ഇപ്പം തന്നെ അടുക്കരുത്, നീ പറയുന്നത്. അവരോട് പറയാം, നമുക്കല്ല ഇച്ചു നേരെ ഇരുന്ന് സോറ, നിന്റെ കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വേർപാട് പാലിക്കുന്നവരുടെ കാര്യമായി പറയാൻ. മനസ്സിലായോ? പെന്തിക്കോസുകാരുടെ കാര്യമല്ല ഈ പറഞ്ഞ, വേർപാടുള്ളവരുടെ കാര്യമായി പറയാൻ. അപ്പൊ അങ്ങനെയുള്ളവരെ ആക്ഷേപിക്കും, അല്ലേ? ആക്ഷേപിക്കും. അനിയത്തിയുടെ മോടെ 28 കെട്ട്, ചേച്ചിയും കൂടെ അവനാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. അതിനെ ഞാൻ പെന്തിക്കോസില്ല, അതിനെ കോസിനകത്ത് പോയാൽ 28 കെട്ടാൻ മേലേ. ഓ ഇല്ല, ഞങ്ങളത് ഉപയോഗിക്കത്തില്ല. എന്നാലും കൊച്ചുങ്ങൾക്ക് 28 കെട്ടുന്ന വാറതാനൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ചരട് മിണ്ടുന്നില്ലല്ലോ ആരും. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, കെട്ടിയെങ്കിൽ കെട്ടിയെന്ന് പറ, ഒക്കുന്നെങ്കിൽ വൈകിട്ട് അങ്ങ് അഴിച്ചു കളാ. ഞാൻ വേണ്ട, ഗുണമാകുകയല്ല, അതിന് സാധ്യതയെല്ലാം കഴിഞ്ഞു. എന്നാൽ വേർപാട് പാലിക്കുന്ന ദൈവമക്കളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി, ഈ പ്രമേണത്തിന് വേണ്ടി വേർപാടോടെ നിന്നാൽ ആക്ഷേപവും അപമാനവും നിന്നേ ഉണ്ടാകും. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് മഹത്വം. നാടില്ല, വീടില്ല, കൂടുമില്ല, കൂടെ വരാനേറെയാളുമില്ല. നാടില്ല, വീടില്ല, കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്. പോകാം ഇനി, നമുക്ക് പോകാം ഇനി, കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. പോകാമിനി, നമുക്ക് പോകാമിനി, കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. ശ്രദ്ധിക്കുക, ഈ മാർഗത്തിൽ വരുമ്പോൾ അപമാനവും നിന്ന ആക്ഷേപവും ഉണ്ട്, ഇല്ലേ? ഒത്തിരി അപമാനം സഹിച്ച അമ്മമാര് ചിലപ്പോ ഇവിടെ കാണും. പലരും മൺമറഞ്ഞു പോയി. പെന്തിക്കോസ് വന്നപ്പോ കമ്മലും മാലെ ഊരി. ഇപ്പം പട്ടണം വിളിച്ച് പ്രസംഗിപ്പിച്ചേക്കരുത്. ഭ്രാന്ത് പിടിച്ചവനല്ല, ഇത് പെന്തിക്കോസാണ്. സ്തോത്രം. പട്ട് പിടിച്ചവൻ ഒത്തിരി ഉണ്ട്. നമ്മൾ പറയും പയ്യൻ നമ്മുടെ പഴയ പാസ്റ്ററുടെ മോനാ, അവന്റെ ഭ്രാന്താ. എന്നല്ലാതോ? എടാ, ഇതിന് വില കൊടുത്തവരുണ്ടെന്ന്. കമ്മലും മാല ഊരിയെന്ന് പറഞ്ഞ് ഇടി കൊണ്ട് ഊപ്പാട് വന്ന അമ്മയുണ്ടെന്ന്. അന്നേരം ആ വട്ടം കയറി പറയുന്ന ഊരുണ്ടെന്ന്. അങ്ങനെയൊന്നും സഭയ്ക്കകത്ത് കയറ്റിയേക്കരുത്. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. വട്ടന്മാരൊത്തിരി ഉണ്ടെന്ന്. സ്തോത്രം. മിന്നി പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഈടിക്കൊണ്ട എത്ര അമ്മമാരുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ കുഞ്ഞാങ്ങച്ചമ്മയുണ്ട്. പെന്തിക്കോസ് വന്നു, ആഭരണം അങ്ങ് ഊരി. വീട്ടിൽ ചെന്നപ്പോൾ ഇടിച്ചു. അവരാച്ച നല്ല ഇടിയായിരിക്കുന്നത്. അപ്പൊ കൊച്ചമ്മ എന്നോട് പറഞ്ഞാൽ, ഞാൻ അന്ന് 10-60 കിലോ ആണ് അച്ഛാ, ഞാൻ 19 കിലോ ഉണ്ട്, 80 കിലോയുടെ ഇടിയാ ഞാൻ. എന്ന് ഇടിയാ, ഇടടി എന്ന് പറഞ്ഞാ ഇടിക്കുന്നത്. ഏതാ പിന്നെ അച്ഛൻ പറഞ്ഞ എൻ്റെ ജീവൻ പോയാ ഇടുകയെന്ന് പറഞ്ഞു. അവസാനം വന്ന സംഭവം കൂടെ പറയാ. ഇടിച്ച അവറാച്ചൻ ഇതിനകത്ത് വന്നു, കൊച്ചമ്മ കിട്ടില്ല. ഈ മാർഗം അങ്ങനത്തെ മാർഗമാണ്. ഇതിനകത്ത് വാക്യം ഇങ്ങനെ, നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അപമാനവും ആക്ഷേപവും ഒക്കെ ഉണ്ടാകും. പണ്ടൊക്കെ അങ്ങനല്ലേ, പെന്തിക്കോസുകാർ സഹോദരന്മാര് മീശ പഠിക്കും. അപ്പൊ അവൻ സഭായത്തിന് വന്നിരുന്ന് ഞെരടുക. അവൻ ആ സെക്രട്ടറി. ആ മുടിയും വളർത്തി. എന്നതാടാ ചുമ്മാ അട്ടുപിടിച്ചവനെ എല്ലാം സഭയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുക. എന്നാ നിങ്ങൾ ഇങ്ങനൊക്കെ ഇരിക്കുന്നേ? ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് പൊക്കോളാം. ഇതിനു വേണ്ടി നിന്ന സഹിച്ചവരുണ്ടെന്ന്.
അപമാനം സഹിച്ചവരുണ്ട്, പീഡ സഹിച്ചവരുണ്ട്. അവര് കഷ്ടം സഹിച്ച് പീഡ സഹിച്ച് ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചത് കൊണ്ടാ നമുക്ക് ഈ മാർഗത്തിലേക്ക് വരുവാൻ ദൈവം അവസരം തന്നത്. Praise the Lord. അപ്പൊ ഈ മാർഗത്തിൽ വരുമ്പോൾ ആക്ഷേപം ഉണ്ടാകും, നിന്ന പരിഹസിക്കും. അല്ലേ? നിങ്ങള് ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ ഒക്കെ മെച്ചമായി തുടങ്ങി. കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് വെള്ളയും സാരി ഉടുത്ത് അല്ലെ വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് മീശയൊക്കെ വെടിച്ച് വണ്ടിയിലൊന്ന് കയറിക്കുക, ഇരിക്കുന്നവരെല്ലാം നോക്കും. നമ്മളാണ്ട് മോട്ടിച്ചതുപോലെ. മൂന്ന് പേരിക്കുന്ന സീറ്റിലാണെങ്കിൽ 2 പേരേ ഉള്ളൂ. നമ്മളോട് ഇരിക്കാൻ ചിലപ്പോൾ ഇരിക്കുന്ന ഒന്നുകൂടെ അങ്ങ് നമ്മളെ ഇരുത്താതിരിക്കാന്. പെന്തക്കോസ്തിൽ പോയെന്ന് പറഞ്ഞ് വിവാഹ പന്തലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഇല വലിച്ച് ചിറക്കി വിട്ട ചരിത്രമുണ്ട്. പാട്ട കൊട്ടി കളിയാക്കിയിട്ടുണ്ട്. ചാണകവെള്ളം തളിച്ചിട്ടുണ്ട്. വസ്തു ഭാഗോടമ്പടി ചെയ്തപ്പോ 1 സെന്റ് ഭൂമി പോലും കൊടുത്തിട്ടില്ല. സ്തോത്രം. എന്തും വേണ്ട ഉപദ്രവങ്ങളേറ്റ ഭക്തന്മാർ. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകുകയല്ല. അവനിപ്പോ ഇച്ചിരി കാശുണ്ട്, ഒരു മൊബൈലും കയ്യിലുണ്ട്, ഇവനോടൊക്കെ ഇതാണ് ബ്രഹ്മലോകം. സ്തോത്രം. നല്ലതിന് വില കൊടുത്തവരുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ആരംഭകാലത്ത് വളരെ നിന്ദയും അപമാനവും ആക്ഷേപവും പരിഹാസവും സഹിച്ച ഈ വേലയ്ക്ക് ചുമല് കൊടുത്തത്. അപ്പൊ എബ്രായ വിശ്വാസികൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം എന്ന് പറഞ്ഞ ആരംഭകാലം. ഈ നാട്ടിലും അങ്ങനെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ യോജിക്കുമോന്നൊന്നും അറിയത്തില്ല. ഇന്ത്യ ദൈവസഭയായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. ദൈവസഭയായതുകൊണ്ടാണ്. ആ കുക്ക് സാഹിബ് ഇവിടെ വന്ന് എന്ത് കഷ്ടം സഹിച്ചു, എന്ത് കഷ്ടം സഹിച്ചു. പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു വീട്ടിൽ ചെന്നപ്പം, ഇന്നത്തെ കാലമല്ലേ, കപ്പ പുഴുങ്ങിയത് കൊടുത്തു. വേറെ മീനും ഇറച്ചിയും ഒന്നും കൊടുക്കാൻ പരുവോ ഇല്ല. പിന്നെ അന്നത്തെ അമ്മ കാന്താരി പറിച്ച് അടച്ചോറ്റിപ്പലക വെച്ച് ഉടച്ചു. സായിപ്പ് കപ്പക്കിഴങ്ങെടുത്ത് കാന്താരി മുക്കി ചെന്ന് ഊത്തലെടുത്ത് അങ്ങേരുടെ ഊപ്പാട് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് പോലും ആ മരം ചുവടോടെ പുള്ളിയോടത്താണ്ട് വലിയ മരത്തെ നമ്മ പറിച്ചോണ്ട് വന്നതാ. പുള്ളി പറഞ്ഞു, ഇത് നിൽക്കുന്ന ആ മരം ചുവടോടെ. നമുക്ക് രസകരമായി തോന്നുമെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണ്. നാരകത്താനി യോഗം നടക്കുമ്പോൾ ഒരു ധനാഢ്യന്റെ വീടിന്റെ മുറ്റത്താ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാര് ആ ധനാഢ്യന്റെ വീട്ടിലോട്ട് ഓടിക്കേറി. മഴയല്ലേ, ഓടിക്കേറി. സായിപ്പ് സ്റ്റേജിൽ നിൽക്കുക. സ്റ്റേജിൽ നിന്നും പറയാൻ ഒക്കുകയല്ല. ഒരു വിഭാഗം ആൾക്കാര് ധനാഢ്യന്റെ വീട്ടിലോട്ട് കയറി ഓടി മഴയത്ത്. ഒരു വിഭാഗം ആൾക്കാര് എരുത്തിലോട്ട് ചെന്ന് കയറി. കാലം ഓർക്കണം. അപ്പോൾ നടത്തിപ്പുകാർക്കൊരു ചിന്ത, സായിപ്പ് എങ്ങോട്ട് ചെന്ന് കയറും? സായിപ്പ് ആ വീട്ടിൽ ചെന്ന് കയറുമോ, എരുത്തിലോട്ട് പോയി കയറുമോ? ആരും ചോദിക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല. ഇങ്ങനെ വളരെ അക്ഷമരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ വന്ധ്യനായ ആ നല്ല മനുഷ്യൻ, മിഷനറി, എരുത്തിലോട്ട് ചെന്ന് കയറി. അതാ പെന്തിക്കോസ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകാഴിയാണോ? സ്തോത്രം. ഞാനോ നിങ്ങളോ ആയിരുന്നേലോ ആ വലിയ വീട്ടിൽ കയറിയവനോട് പറയും, ഇറങ്ങിപ്പോടാ, ഞാനിവിടെ ഇട്ട് കയറാൻ പോവാ. അവരുടെയൊക്കെ ദർശനം വലുതാ. സ്തോത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ നിന്നേ അപമാനവും സഹിച്ച അവിടുന്ന് പിന്നെ ചരിത്രം, നിങ്ങൾ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, നാരകത്താനിന്ന് രാത്രി റാന്തൽ വിളക്കം തൂക്കി സായിപ്പ് നടന്ന് കുമ്പനാട്ട് വന്നെന്നാ.
അന്ന് വെള്ളിക്കര ചോദിയുടെ വീട്ടിലാണ് വന്ന് കയറിയത്. രാത്രി അവിടെ വന്ന് പാർത്തു. സ്തോത്രം. ഞാനിത് സൂചിപ്പിച്ച എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ മാർഗത്തിന് വേണ്ടി നിന്നെന്നായി പറഞ്ഞത്. ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരംഭകാലത്ത്, പൂർവ്വകാലം നിന്നയും അപമാനവും ആക്ഷേപവും പീഡയും പങ്കപ്പാടും ഒക്കെ സഹിച്ച എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത് ഈ മാർഗത്തിന് വേണ്ടി നിന്നത്. നമ്മളൊരു പഴയ പാട്ട് മിക്കപ്പോഴും പാടുമല്ലോ, കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മിശിഹായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മിശിഹായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ആരംഭകാലത്ത് ഈ മാർഗത്തിന് വേണ്ടി നിന്ന് സഹിച്ചവരാ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവസഭയുടെ ആരംഭകാലത്ത് അപമാനം സഹിച്ച് നിന്ന് സഹിച്ച പിതാക്കന്മാരും മാതാക്കളും ഉണ്ടായിരുന്നു. എൻ്റെ ഭാഷയെ ഞാൻ പറയാം, വയറ് നിറച്ചവർ പലരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വണ്ടി എന്നൊക്കെ എഴുതി വായിച്ചതല്ലാതെ വണ്ടി എന്നതാന്ന് പോലും അതുങ്ങൾക്ക്. ഇപ്പൊ നമുക്ക് 2 വീലർ ആന്നേലും അല്ലെ 3 വീലുള്ളതാന്നേലും 4 ആന്നേലും ദൈവം തന്നില്ലേ? സ്തോത്രം. കറണ്ട് ഒന്നും ഇല്ലായിരുന്നു പണ്ട്, പക്ഷെ ഒറ്റ യോഗം മുടക്കുകയില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതുകൊണ്ട്. അപ്പൊ ആരംഭകാലത്ത് ഇവര് ഈ മാർഗത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ നിന്നവരാ. അവരുടെ തീക്ഷ്ണതയ്ക്ക് നിദാനമായിട്ട് വേറൊരു വാക്യം കൊണ്ട് വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ, എബ്രായ വിശ്വാസികൾ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു, നല്ലതുപോലെ ശുശ്രൂഷിച്ചു. ആരംഭകാലത്ത് എൻ്റെ ഭാഷയെ പറഞ്ഞ മക്കൾക്ക് പോലും ചൊവ്വിന് ഭക്ഷണം കൊടുത്തില്ല. പക്ഷേ സുവിശേഷം അറിയിക്കുന്നവരെ കണ്ടാൽ അവർക്ക് കൊടുക്കുമായിരുന്നു. പഴയ അമ്മമാരൊക്കെ അങ്ങനെ. പിള്ളേർക്ക് മുട്ടയൊക്കെ കോഴി ഇട്ട അടുത്ത് പാത്ത് വെക്കും, ഉപദേശിക്ക് കൊടുക്കും. കൊച്ചുങ്ങളെല്ലാം പെരക്കി ചുറ്റും നടക്കുക. ഒരു മുട്ട കിട്ടിയാൽ കൊള്ളാന്ന് കൊച്ചുങ്ങൾ കാണാൻ പാത്ത് വെക്കുന്നത്. കോഴി കൊക്കുമ്പോഴേ തള്ളയാടി മുട്ടയങ്ങ് എടുത്ത്. സ്തോത്രം. പാത്ത് വെക്കും. ഉപദേശിമാർക്ക് അന്നതൊക്കെ അതേ ഉള്ളല്ലോ വീട്ടിലെ. സ്തോത്രം. ഇപ്പം പിന്നെ വന്ന് ഉപദേശിമാർക്ക് മുട്ടയൊന്നും ഇല്ല, വയ്യ. ഡോക്ടർ പറഞ്ഞു പോലും, മുട്ട ബേബി നീ ഉണ്ണി കഴിക്കരുത്, അതിൻ്റെ മനസ്സിലായി കാണും, പരുവക്കേടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് ആരംഭകാലത്തൊക്കെ അങ്ങനെ. ഈ ബൈത്തോമിലൊക്കെ വളർന്ന പിള്ളേർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഗസ്റ്റുകളൊക്കെ കാണുമല്ലോ ഞായറാഴ്ച. മിക്കവാറും പിള്ളേർക്ക് ഒന്നും കാണുകയില്ല. അന്നത്തെ കാലമല്ലേ. 2 അയിലയായിരിക്കും മേടിച്ച് കറി വെച്ചത്. 4 ഉപദേശിമാരാ വന്നേ. പിള്ളേർക്ക് കിട്ടത്തില്ല. പിള്ളേരെ അമ്മ സഹോദരിമാർ കണ്ണുകൊണ്ടൊക്കെ കാണിക്കും പൊക്കോളാൻ. പിന്നെ ഉപദേശിമാർക്കെല്ലാം കൊടുത്ത് അവർ തൃപ്തിപ്പെട്ട് പോയി കഴിയുമ്പോഴാ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം എൻ്റെ ഭാഷ ഓപ്പണല്ല, വല്ല ചാറോ പുളിയോ ചിലപ്പോൾ അതുമില്ല. ദൈവദാസിമാർക്കും മിക്കപ്പോഴും കാണത്തുമില്ല.
ഇന്നതെല്ലാം മാറി. ഇന്ന് നമ്മൾ ആദ്യം എടുത്ത് പാത്ത് വെച്ചാ പിന്നെ എന്താ നമുക്കുള്ളത് വേണ്ടായോ? എന്നാൽ അന്ന് ആരംഭകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്. പഴയ അമ്മമാരോട് ഈ അമ്മയൊക്കെ ചട്ടയും മുണ്ടെടുത്തൊരു അമ്മ, ഒത്തിരി നാളായി ഇങ്ങനത്തെ ഒരെണ്ണത്തിനെ കണ്ടിട്ട്. ഇപ്പം എല്ലാം അങ്ങ് ശാരിക്കാരാ. 90 എന്ന തള്ള ഇപ്പം നല്ല ഇണങ്ങുന്നുണ്ട്. അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് തരട്ടെ, സ്തോത്രം. നന്നായിരിക്കുന്നു. അതിനെ മൂടിയിരിക്കുന്നത് ഞാൻ ചട്ടയെ ഉടുപ്പിക്കുന്ന ഓർത്താണ്. നീ ആ പരുവത്തിനൊക്കെ ഇരുന്നാൽ മതി. ഇനിയിപ്പം അപ്പൊ ഈ പഴയ അമ്മമാർക്കറിയാം പരാധീനതയും കഷ്ടതയുള്ള കാലമാണ്. അന്നൊക്കെ മംഗലമല്ലേ, ചിരട്ടത്തവിയാ. അന്ന് ലാസ്റ്റ് ഇങ്ങോട്ട് പോരുമ്പോൾ ശബ്ദം കേൾക്കും. അതിഥി കേൾക്കാതിരിക്കാൻ എൻ്റെ വല്യമ്മച്ചിയൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ആ കൈ കൊണ്ട് അവസാനം കോരി ആ തവിക്കകത്തിട്ടച്ച് കൊണ്ട് കൊടുക്കുന്നത്. അതെ, അങ്ങനെയൊക്കെ ഈ വേലയ്ക്ക് ചുമല് കൊടുത്തവരുണ്ടെന്നായി പറഞ്ഞത്. അടുത്ത വാക്യം മറക്കരുത്. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാല് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നിന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്നെയും നിന്റെ സന്തതിയെയും അനുഗ്രഹിക്കുന്ന, നന്മകൾ തരുന്ന, അഭിവൃദ്ധിയിലേക്ക് നടത്തുന്ന, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ നാമത്തിനായി മണ്ണിൽ നിന്നക്കൽ സഹിച്ചവരെ, തന്തിരുനാമത്തിനായി കൈയടിച്ച് മണ്ണിൽ നിന്നകൽ സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തു കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, തിരുസന്നിധം ചേർത്തു കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയോ നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ, അധികമില്ലിനിയോ നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. ദൈവത്തെ സ്തുതിക്കുക. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നിയമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നിന്റെ ഇപ്പോഴത്തെ പരാജയവും ക്ഷീണങ്ങളും എല്ലാം ദൈവം നീക്കുമെന്ന് നീ വിശ്വസ്തയോടെ നിൽക്ക്, വിശുദ്ധിയോടെ നിൽക്ക്, വേർപാട് പാലിക്ക്, ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്ക്. ദേശത്ത് ദൈവം നിന്നെ ഉയർത്തും. ദൈവം വിശ്വസ്തൻ. പക്ഷെ ഒരു കാര്യം, നീ വേർപാട് പാലിക്കണം. കാണുന്നതിനകത്തെല്ലാം ചെന്ന് നീ തലയിടരുത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോകരുതെന്ന്. അത് ഞാൻ കടമെടുത്ത് പെന്തിക്കോസുകാരോട് പറയാ, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പെന്തിക്കോസുകാർ. നീ 28 കണ്ടിനും പോയി, മാമോദിസയ്ക്കും പോയി, ആണ്ടിയാത്തത്തിനും പോയി, അടിയന്തരത്തിനും പോയി, നെയ്യപ്പവും തിന്ന് അവിടെ അങ്ങ് നടക്കുക. ഉണ്ണിയപ്പവും തിന്ന് ഇവിടെ അതൊന്നും എനിക്ക് വിഷയമല്ലല്ലോ. ഇത് ഗുണമാകുന്നതല്ലേ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ഓണക്കളിക്കും പോയി, ക്രിസ്തുമസിന്റെ കേക്ക് മുറിച്ച്, ഈസ്റ്ററിന് അപ്പവും താറാവ് കറിയും തിന്ന് പെന്തിക്കോസ. മനസ്സിലാകുന്നുണ്ടോ? നീ കബഡി കളിക്കാനും പോയി, വടംവലിക്കും പോയി, തുമ്പി തുള്ളാനും പോയി, അയൽക്കൂട്ടത്തിന്റെ തിരുവാതിര, അതിന് നീ സെറ്റുതാരി കൊടുത്തോണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല, സകല കേസിനകത്ത് നിന്നെ കാണാം. കൊടിയും പിടിച്ചോണ്ട് അവരുടെ കൂടെയും പോയി. ഏത് കൊടിയാ എവിടാന്ന് എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കരുത്. നീ ഒരു കാലത്തും രക്ഷപ്പെടുകയല്ല. പക്ഷെ നീ വേർപാട് പാലിച്ചാൽ, നീ പ്രമാണത്ത് നിന്നാൽ ഈ ദേശത്ത് ദൈവം നിന്നെ ആദരിക്കും. ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നീ സഭായത്തിന് കൃത്യം വരികയല്ലോ. ഹോളുണ്ട്, പഴയ ഹോൾ. നീ 10 മണിക്കാ സഭായം, നീ വരുമോ?
നീ 11 പമ്മി പമ്മി വരിക, പന്നിയും പിള്ളേരും വരും പോലെ. നിങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്, അങ്ങനെ വരുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ 10 വരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, അല്ലെങ്കിലാ 10 സഭായെങ്കിൽ നീ 9:30 വന്ന് മുട്ടയിലിരിക്കണം. സ്തോത്രം. പിള്ളേരെ സൺഡേ സ്കൂളിന് വിടുകയല്ലോ. 3 കുറ്റി പുട്ടും 2 ഏത്തക്കാഴും 2 കോഴി മൊത്തം കഴിക്കണമെന്ന് അവൻ കഴിച്ചേച്ച് പറഞ്ഞു, ഞാൻ സഭായത്തിന് വരുന്നില്ലെന്ന്. എന്നാ ഇവിടെ ഇരുന്നോണം, ഞാൻ ഞങ്ങൾ പോയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ രക്ഷപ്പെടും? സന്ധ്യാകുമ്പോൾ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? ടി വി അങ്ങ് വെക്കും. ഇപ്പൊ പിന്നെ ടി വിയിൽ എല്ലാവരുടെ കൈ സാധനമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തള്ള അടുക്കളയിലിരുന്ന് കാണുന്നു, ചെറുക്കം മുറിക്കകത്തിരുന്ന് കാണുന്നു. എന്തുവായി കാണുന്നെന്നുള്ളതാ. അപ്പൻ റോഡ് നിൽക്കുക. എന്തുകൊണ്ട് വിശേഷം? തങ്കച്ച, നീ സന്ധ്യക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. നീ മൊബൈലുമായിട്ട് നിന്നെ പാമ്പ് കൊത്തും. ഈ സന്ധ്യക്ക് പരിയമ്പറത്തൂടെ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നീ സന്ധ്യയാകുമ്പം വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയും പിള്ളേരെയും അപ്പനും അമ്മയും വീട്ടിൽ ആരൊക്കെ അങ്ങോട്ട് മുഴങ്കാലിരുന്ന് പാട്ട് പാടി ആത്മാവി നിറയണമെന്ന്. നീ 10:30 തള്ളി തള്ളി വരുക. 2:30 അരിയുടെ ചോറും അങ്ങ് തിന്നും, അതിനടുത്ത് കൂട്ടാനും 4 ഏമ്പൊക്കെ ഒന്നാണ്ട് മലന്ന് കിടക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങേരെ വിളിക്കേണ്ട ഒരു കാര്യവും ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ തന്നെ വന്നാലേ ഒക്കെ ഉള്ളു. ബാക്കി എല്ലാവരും സ്റ്റാൻഡേർഡിൽ പ്രസംഗിത. ഇന്ന് രാത്രിക്ക് ജീസസ്, എനിക്കതൊക്കത്തില്ല. സ്റ്റാൻഡ് നമുക്ക് ഇതില്ലാത്ത കൊണ്ടായി പറയുന്നത്. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നീ വേർപാടും വിശുദ്ധിയും കാത്ത് വിശ്വസ്തരായി നിന്ന് നിത്യതയിലെത്തണം. അല്ലാതെ കുറെ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവർക്കും ഒന്നും എൻ്റെ ശുശ്രൂഷയൊന്നും ഇഷ്ടമല്ല. നിങ്ങളുടെ ചിലരുടെ മുഖമൊക്കെ ഞാൻ നോക്കട്ടെ, എന്നെ ഇങ്ങനെ കട്ടിക്കിടിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞായിരിക്കുന്ന. നീ പിന്നീട് ഇരുന്ന് ചിന്തിക്കും, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ ചിന്തിക്കും, എടാ അയാൾ പറഞ്ഞാ ശരിയെന്ന്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലടത്ത് എന്നെ വിളിക്കുമ്പോഴേ പറയാം, അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല, വിളിക്കരുത്, ചുമ്മാ നമ്മളൂടെ നാണം കെടും. ഇന്നിപ്പം രാത്രി പറയും, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞല്ലേ അയാളെ വിളിക്കരുത്. ഇന്ന് പറയുമെന്നുള്ളതിന് സത്യം പറയാന്നേ രാത്രി എന്നെ ഫോൺ ചെയ്യണം. ഇതിനകത്തുള്ളവർ പറയും, പാസ്വേഡ് ഞാൻ അന്ന് പറഞ്ഞ അയാളെ വിളിക്കുക. അതിനാ നമ്മൾ വലിയ കൺവെൻഷൻ ഇല്ല, ചെറുതാന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയും പൊക്കമുള്ളതെന്ന് ഓർത്ത് എന്നിട്ടും അയാൾ പോയില്ല. അയാൾ പറഞ്ഞു ചെറുതിനും ഞാൻ വരുമെന്ന്. ഞാൻ ചെറുതിനും വലുതിനും എല്ലാം പോകും. 2 പേരെ ഉള്ളതിലും കാര്യം പറയാൻ പോകും. സ്തോത്രം. ഒറ്റ ആഗ്രഹമുള്ളു, എല്ലാവരും അങ്ങ് കാണണം. പാടി പ്രാർത്ഥിച്ച് ഇവിടെ നരകത്തിൽ പോകരുതെന്ന്, നീ കുഴയരുതെന്ന്, നീ അങ്ങ് കാണണമെന്നായി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ആരംഭകാലത്ത് തീക്ഷ്ണതയോട് ഇവർ നിന്നവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാല് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് ഇവർ തീക്ഷ്ണതയോടെ ദൈവത്തെ സേവിച്ചു. എന്നാൽ കാലക്രമേണ കുറെ കാലങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ ആ ആരംഭകാലത്തെ ശൂരത്വവും വീര്യവും ദൈവകൃപയും ആ തീക്ഷ്ണതയെല്ലാം അങ്ങ് കുറഞ്ഞു. പണ്ട് എവിടെ യോഗമുണ്ടെങ്കിലും പോകുക, എത്ര നേരമുണ്ടെങ്കിലും അന്നൊക്കെ വീശിയാ കൈയടിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ബോട്ടിയട്ടിക്കവലെ കേൾക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞ അന്ന് മുമ്പേ പറഞ്ഞ പോയിന്റ്, 10 യോഗം വന്ന് 8 മണിക്ക് എത്തും. പണ്ടൊക്കെ സഭായം കഴിഞ്ഞാൽ പരിശോധന ചെല്ലു പോകും. ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലഘുലേഖ കൊടുത്താ വരുന്നത്. ആരെ കണ്ടാലും സുവിശേഷം പറയും. തിയോളജി ഒന്നും പറഞ്ഞില്ലെങ്കിൽ യേശു രക്ഷിക്കും, യേശു വിടിവിക്കും, യേശു സൗഖ്യമാക്കും, യേശു പരിഹാരം തരും, യേശു രക്ഷകൻ. ഇതൊക്കെ എല്ലാവരോടും പറയുമായിരുന്നു. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കുക. ഇപ്പൊ പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി, നമുക്ക് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏത് പാട്ടാ പാടണ്ടെന്നോ യോഗാരംഭ ഗീതമുണ്ട്, സന്ദർഭോചിതമായിട്ട് അതൊന്നും അറിയത്തില്ല.
അടുത്ത സമയത്ത് എവിടെയാണെന്ന് ഒരു യോഗത്തിന് ചെന്നപ്പോഴാണ് പൊതുയോഗം അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. എവിടെ പൊതുയോഗം പ്രാർത്ഥിച്ചു കണ്ടപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആരുമില്ല. ഇഷ്ടംപോലെ ആളിരിപ്പുണ്ട്, പാടുന്നില്ല. എന്നാ പാസ്റ്റർ പാടണ്ടേ, അല്ലെ സഭയിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ആൾ പാടണ്ടേ, അല്ലെ ട്രഷാർ പാടണ്ടേ, അല്ലെ കമ്മിറ്റി മൊത്തം കമ്മിറ്റി ആണെന്നില്ല, കമ്മിറ്റിക്കാർ പാടണ്ടേ, അതിലെ ഔദ്യോഗിക അങ്ങനെ പാസ്റ്ററുടെ ഭാര്യ പാടണ്ടേ. പിന്നെ ഒരു തള്ള അവിടെ ഇരുന്ന് പാടുക, ഒരു പൊതുയോഗം തുടങ്ങുക, തള്ള പാടുക. ഒലിവമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഈ യോഗമായിട്ട് ഈ മലയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ പറ. ഒലിവുമല അതിന് ഇവർക്ക് തന്നെ ഒരു യോഗം തുടങ്ങുക. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. സ്തോത്രം. ഇനി മേൽ എന്നെ വിളിക്കുകയല്ല. ദൈവത്തെ ഓർത്ത് ആ പാവത്താനും ഒന്നും ചെയ്തേക്കരുത്. ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ നിന്റെ ഉരുട്ട് കണ്ണ്. സ്തോത്രം. ഒറ്റ ആഗ്രഹമുള്ളു, നിത്യതയിലെത്തണം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നവര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവര് വളരെ ക്ഷീണിച്ചു, ആത്മീയത്തിൽ ക്ഷീണിച്ചു. ഈ ബോർഡും പേരും ഒക്കെ ഉള്ളു, ആത്മീയമില്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവര് വളരെ ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് 2 വാക്യം തെളിവിന് 2 വാക്യം വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ ക്ഷീണിച്ചതിന് തെളിവ്. 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം ഇവര് മന്ദതയുണ്ടെന്ന, ക്ഷീണമായി, മന്ദതയായി. ഇനി 12, 12 വായിച്ചേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ 2 വാക്യത്തിന്റെ വെളിച്ചത്തിൽ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞ ആത്മീകത്തിൽ ക്ഷീണിച്ചു. അല്ല, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും മന്ദതയും. ഇവര് ക്ഷീണിച്ച് തളർന്നു, വല്ലാതായി. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ച് വശം കെട്ട എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ഒന്നുകൂടെ ശക്തീകരിക്കുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പൊ ഇവർക്കൊരു ചിന്ത, ഞങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമായി. ആ പള്ളിയും പട്ടക്കാരെയും പുരോഹിതന്മാരെയും ആ യെരൂശലേം ദേവാലയം അമ്പരചുംബിയായ പള്ളിയും അതിന്റെ പ്രൗഢിയും പത്നാസും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വിട്ടേച്ചു വന്നത് അബദ്ധമായോ? അതെല്ലാം മണ്ടത്തരമായോ? അതെല്ലാം പോഷത്വമാണോ? ഈ ജാതികളുടെ ശ്രേഷ്ഠതയെല്ലാം വിട്ടേച്ച് വന്ന് കുത്തിയിരിക്കുന്നത് വിവരക്കേടാന്നുള്ള ചിന്ത അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു. അപ്പൊ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തി എഴുതുക, നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് പോഷത്വമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കണ്ണിന് കാണുവാൻ കൗതുകമുണ്ടാക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന വിധത്തിൽ ഇവിടെ ഒന്നുമില്ലെങ്കിലും ആത്മക്കണ്ണ് തെളിഞ്ഞ ദൈവമക്കൾക്കറിയാം, അവൻ അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നു കയറിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രേഷ്ഠനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറേയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഏറെ നല്ലതെന്ന എന്ന് പറഞ്ഞാൽ വിട്ടതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓടിച്ച് മുമ്പോട്ട് പോകാം. ഓരോ അധ്യായവും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അഗരോനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് മാത്രമാണ് ശ്രേഷ്ഠൻ. മൽക്കീസേദെക്കിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ 1-2 പ്രയോഗം പറഞ്ഞു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. വേറൊരു ഭാഗത്തൊരു പ്രയോഗം കൊണ്ട് നടത്തി, ഇവനത്ര മഹാനെന്ന് നോക്ക.
കാണാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അനുഭവിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, ആരാധിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അംഗീകരിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു. അവൻ സ്തോത്രം, അവൻ അനുധാവനം ചെയ്യാൻ പറ്റുന്നവനാ യേശു ക്രിസ്തു. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യേശു ക്രിസ്തു മാത്രം ശ്രേഷ്ഠൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവീൻ. വരുവീൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവീൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. തിരുനാമമെന്നോർക്കും വാഴ്ത്തുവീൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനിക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ ഒരു നാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ ഓ അവനെ ഒരു നാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവനില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നല്ല കർത്താവിനെ ഭജിക്കുവാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം, ഈ യേശുവിനെ ആരാധിക്കുവാനും അറിയുവാനും സ്നേഹിപ്പാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. ഒറ്റ വാക്യം പറഞ്ഞ ഈ പെന്തിക്കോസ് വന്നത് ആ ഭാഗ്യം. ഞാൻ ഇന്നും ഞങ്ങൾ കൂടി വരുന്ന സഭയിൽ പറഞ്ഞു, പെന്തിക്കോസ് വന്നത് ആ ഭാഗ്യം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതുപോലൊരു ചതിവ്, ദൈവമേ, ഇതുപോലെ ചതിവല്ല, ഇതുപോലൊരു കൊടുംചതിവ്. ഞാനിതിനകത്ത് വന്നിട്ട് 10-30 കൊല്ലമായി, ഇന്ന് വരെ തോന്നിയിട്ടില്ല മണ്ടത്തരമായെന്ന്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. മനസ്സിലായോ? നിന്റെ ഇരിപ്പ് കണ്ടാ വിട്ടുകൊഴിക്കാത്ത, ഒന്നാമത് നിന്റെ മോന്ത ശരിയല്ല. ഇരിപ്പ് കണ്ടാൽ ഞാൻ വെട്ടുകുഴിക്കകത്ത് ഈ മോന്തയൊക്കെ മതി, പക്ഷെ നല്ല സന്തോഷിച്ചിരിക്കണം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ അതാ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. പാട്ടൊക്കെ വരുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. സ്തോത്രം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം.
അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു നിർമ്മലനാ, വിശുദ്ധനാ, പരിശുദ്ധനാ, യാതൊരു ഊനമില്ലാത്തവനാ ക്രിസ്തു. പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 5-6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും യേശുവിനില്ലായിരുന്നു. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. ദൈവത്തിന് മഹത്വം. അതാ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തി 10-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശു ക്രിസ്തു പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി. ഏകയാഗത്താൽ സദാകാലത്തേക്കും. ഷൂപാസ്റ്റേ ആ 10-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചു, ഒന്ന് വായിച്ചേ. ഏതും മഹാപുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആ കൂടെ കൂടെ അങ്ങ് കഴുകുക. പരിഹാരം ഒന്നും വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ചൊല്ലിയതാ, പരിഹാരം വന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം നീ ചൊല്ലിയതാ, നിരന്ന് നിന്നാ ചൊല്ലിയത്. കുഞ്ചായനെ മേളിലോട്ട് വിടണേന്ന്. ഇക്കൊല്ലം നിന്ന് നടപടിയുള്ള കേസല്ല. ഇത് കൂടെ കൂടെ കഴിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അടുത്ത വാക്യം വായിച്ചേ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. അത് കാൽവറിയിൽ. ആമേൻ. ജീസസ്. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ വരക്കുരിശും എടുത്ത് വീണും വേച്ചും മറച്ചും കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികളുടെ ദാക്ഷണ്യമില്ലാത്ത ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് മുതുക സങ്കീർത്തനക്കാരൻ ചൊല്ലിയിരിക്കുന്നത് ഉഴുവരാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി ഓരോ അടിയടിച്ച് പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് ഇളകി മാറുക. എന്തിന്? ഞാനും നീയും നീതീകരിക്കപ്പെടാൻ. മുൾക്കിരീടധാരിയായി ഞാൻ ആ മുള്ള ഇസ്രയേലിൽ പോയി കണ്ടതല്ല. ബഹുമാനപ്പെട്ട ബ്രദർ സഭയിലെ കോശി സാറ്, നമ്മുടെ മൈലപ്പറ, അദ്ദേഹം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുകയും അറിവുള്ള ആളാണ്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കാണിച്ചത് ഈ സെയിം മുള്ളാണ്. എത്ര നീളമുണ്ട് മുള്ളിന്. അതാ മുൾക്കിരീടം. അത് അവിടുത്തെ ശിരസിൽ അടിച്ചിറക്കി. ചിന്തകന്മാര് പറയുന്നത് മുള്ളകത്തോട്ട് ഇറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നു. സ്തോത്രം. ഇരുമ്പ് ചവണ കൊണ്ടുവന്ന് അവിടുത്തെ മുഖത്തെ രോമം ഓരോന്ന് പിടിതെടുക്കുക. ഈ പച്ചമാംസത്തിൽ നിന്നാണ് പിടിതെടുക്കുന്നത്. ചോര ഒലിച്ച് നീര് വെച്ച് വീർത്ത് വികൃതമായി. പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ചല്ലോ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമായി. മുൾക്കിരീടധാരിയായി മുഖത്ത് രോമം പിടിതെടുക്കപ്പെട്ടവനായി കണ്ണ് മൂടിക്കെട്ടി കണ്ണത്തടിച്ചു. അടിച്ച് ആക്ഷേപിക്കുക. അന്നിനെ അടിച്ചതാരാന്ന് പറ. നീ എല്ലാം പറയുന്നയാളല്ലേ, അടിച്ചതാരാന്ന് പറ. കരുതി കൂട്ടി തുപ്പുക, കാർക്കിച്ച് അതിന് ദുർഗന്ധമേറും. മുട്ടിയുരുട്ടി കുത്തി ആക്ഷേപിച്ചു, അപമാനിച്ചു, നിന്ദിച്ചു, പീഡിപ്പിച്ചു. ഒടുവിൽ കുരിശുമരവും ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടക്കുക. ആ കാൽവറിയുടെ മുകളിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തും ക്രൂശിച്ചു. അവിടുത്തെയും ക്രൂശിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാനും നീ നീതീകരിക്കപ്പെടാൻ, എന്റെയും നിങ്ങളുടെ പാപം പരിഹരിക്കാൻ, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ. സ്തോത്രം. മനസ്സോടെ മരത്തിൽ ഊങ്ങിയ മാനുവേല ദൈവജ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജ നിനക്ക് നിനക്ക് വേദന
നീലത്തിൻ പാതകം മൂലം അലിഞ്ഞോ നീ ശാപതലയിൽ കൊണ്ടിടാൻ വലിമവിട്ടല്ലോ. അലിഞ്ഞു നിൻ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. നന്ദി കെട്ടായി നരക അഗ്നിയിൽ നിന്നു നേടാൻ നന്ദി കെട്ടായി നരക അഗ്നിയിൽ നിന്നു നേടാൻ മന്നവാത്തിരും പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവാത്തിരും പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏകയാഗത്താൽ സദാകാലത്തേക്കും അവിടുന്ന് പാപപരിഹാരം വരുത്തി. ക്രൂശിൽ മരിച്ചു, അരിമത്തയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. കൊരിന്ത്യാലേഖനത്തിലും മറ്റ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ എബ്രായലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ ഇപ്പോൾ സ്വർഗത്തിൽ ചെന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആ ഭാഗമാണ് 19-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള വേദശകലത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനുമായി ചാട്ടെ പെട്ടെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരിശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞാൽ, ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും പതറി നിരാശപ്പെട്ട് അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. ഈ രാത്രി ഇവിടെ കൂടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഊന്നി പറയാൻ, ദൈവത്തോടും ദൈവവചനത്തോടും നിങ്ങൾ അടുത്തു വാ. ഈ അടുത്ത് വരാൻ പൗലോസ് ഇവരെ ആഹ്വാനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ നിങ്ങൾ വരാൻ പറഞ്ഞു. നിങ്ങൾ അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, അകലം വിട്ട് നിൽക്കരുത്. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് വാ. ആ പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതൊന്നുമല്ല. പഴയ വഴിയാണ് യഹൂദന്റെ വഴി. യഹൂദന്റെ വഴി ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത്. ഇത് പുത്തൻ വഴിയാ. ആ പുത്തൻ വഴി നമുക്ക് ഒരുക്കപ്പെട്ടത് അവിടുത്തെ ദേഹമെന്ന തിരശീല ചിന്തിയ. അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അങ്ങനെ ഈ വഴി നമുക്ക് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. രണ്ട്, അടുത്ത് വരാൻ പറയാൻ കാരണം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യാം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം പക്ഷപാതം എന്ന് പറഞ്ഞാൽ. ഉറക്കെ പറ. എന്തോ അമ്മേ പക്ഷപാതം എന്ന് പറഞ്ഞ? പക്ഷപാതം അതാ പക്ഷവാതം. വാദം പലതുണ്ട്. ചുടുവാദം, വെട്ടുവാദം, പിള്ളവാദം, ആമവാദം, രക്തവാദം. അത് വാദം. പക്ഷപാതം ഉറക്കെ പറ. ഉറക്കെ പറയാൻ. നടുക്കോ ഇടയ്ക്കോ എവിടെയും ആയിക്കോട്ടെ, പക്ഷപാതം എന്ന് പറഞ്ഞാൽ അതാ.
നമ്മളൊരു പഴയ പാട്ട് പാടുകയല്ലേ, ദാതൻ സന്നിധിയിലൻ പേർക്കോസദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. എന്തുവാ ഈ പക്ഷപാതം? ഒറ്റവാക്കി പറയാ, പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? കർത്താവ് യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? പിതാവിന്റെ എവിടെ? പിതാവിന്റെ സന്നിധിയിൽ, സ്വർഗത്തിൽ. അങ്ങനെയൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണേ, ഓടിച്ചു നിർത്താം. യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഇവരെ അടുത്തോട്ട് വിളിക്കുകയല്ലേ, അകലം നിൽക്കാതെ അടുത്ത് വാ, അടുത്ത് വരാൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഒരു പുതിയ വഴി ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വരണം. ഹല്ലേലൂയ. രണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് ഒരുവൻ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് ക്രിസ്തു വാദിക്കുന്നതെന്ന് കൊല്ലാട്ടുകാർ പറഞ്ഞേച്ച് ഒക്കുന്നില്ലെങ്കിൽ ഓവറക്കാർ പറയും, അല്ലേ വെട്ടിയാറുകാർ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിച്ചിനും തെളിയുമെന്നും. യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? വിളിക്കുമ്പോൾ വേറെ ജോലിയൊന്നുമില്ലല്ലോ വാദിച്ചോണ്ട്. യേശു ക്രിസ്തു സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നത്, പക്ഷം പിടിച്ച് വാദിക്കുന്നത്, നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അവിടെ. അത് മറ്റാരുമല്ല, എതിരാളിയാകുന്ന പിശാച്. അവനെപ്പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം അപവാദി. രാപകൽ തൻ്റെ വിശുദ്ധന്മാരെ പറ്റി അപവാദം പറയും. സഭയിലിരിക്കുന്ന പാസ്റ്ററെ പറ്റി അപവാദം പറയും. ഡിസ്ട്രിക്ട് പാസ്റ്ററോട് ചെന്ന് അപവാദം പറയും. അത് കഴിഞ്ഞ് ഓവർസിയോട് ചെന്ന് അപവാദം. അതിന് തന്നെ മെനക്കെട്ട് നടക്കുന്ന ചില മെനകേടുകളുണ്ട്. അതിനായിട്ട് തന്നെ ഇവനങ്ങ് അവൻ്റെ ഒരു പന്ന പോണുമുണ്ട്. സ്തോത്രം. അപവാദമാണ് പറയാൻ. സ്തോത്രം. നാട്ടുകാരോട് അവരോട് ഇവരെല്ലാം അങ്ങ് അപവാദം പറഞ്ഞില്ല. അപ്പൊ എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദം പറയുന്ന അപവാദി ഉണ്ട് അവിടെ. അങ്ങനെ അപവാദിയാകുന്ന പിശാച് എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദം പറയുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഞാനൊരു ഉദാഹരണം അങ്ങ് പറയാം. ഉദാഹരണം പറയട്ടെ, പറഞ്ഞു വെച്ചാൽ നമുക്ക് പോകാം. സ്തോത്രം. ഉദാഹരണം പറയാം. ആരെയാ ഒന്ന് ഉദാഹരണത്തിന് എടുക്കുന്നെന്നാ ഞാനും ഒന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത്. അമ്മാമ്മയുടെ പേരെന്നാ? കുഞ്ഞമ്മ. എവിടാ വീട്? എല്ലാം കൊല്ലാടാ. വീട്ടുപേര് ഉറക്കപ്പ. തോപ്പിൽ. ഞാൻ ഉദാഹരണമാണ്, നിങ്ങൾ ഉടക്കുണ്ടാക്കരുത്. തോപ്പിൽ കുഞ്ഞമ്മ. ഈ അപമാനം പറയുന്ന കാര്യം ഉദാഹരണമായി പറയുന്നത്, അപമാനിയാകുന്ന പിശാച് സ്വർഗത്തിൽ ചെന്നു. ഇപ്പോഴും ചെല്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ ആ ഒടുവിൽ ഇവനെ വെട്ടി താഴോട്ടിടുന്നു. അതുവരെ ഇപ്പം പോവുകയും വരികയും, യോബിന്റെ വിഷയത്തിൽ പോവുകയും വരികയും ചെയ്തു. എന്താ കുഞ്ഞമ്മ ഇങ്ങോട്ട് നോക്കും. ഞാൻ അപമാനം പറയുന്ന കാര്യമല്ലേ, വ്യായി പറയുന്ന കാര്യമായി പറയുന്നത്. അപ്പൊ ഈ അപമാനം പറയുന്നത് ഉദാഹരണമാണ് കേട്ടോ, ഉടക്കുണ്ടാക്കാനല്ല. പിശാച് അവിടെ ചെന്ന്, സ്വർഗത്തിൽ സദസ്സും സഭയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിശാച് എന്ന് പറയുക, ആണ്ടെ തോപ്പിക്കുഞ്ഞമ്മ രാവിലെ ഒരു കൂടിന്റെ കുടുംബിക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന കാണാം. എവിടാന്നോ? സന്ധ്യയാകുമ്പം വരുന്ന കാണാം. ഓട്ടോയിലാണ് വരുന്നത്. കൂടെ 1-2 പേര് ഉണ്ട്. എവിടെ പോകുന്നതാണ്? ഞാനും ആരാണ്ട് കൊണ്ട് കാറയിൽ ഇറക്കി വിടുന്നേ കണ്ടു. ദ്വയാർത്ഥ പ്രയോഗത്തിൽ സാത്താൻ അപവാദം പറയും. അന്നേരം ഉദാഹരണമാണ്, തോപ്പിക്കുഞ്ഞമ്മയ്ക്ക് വേണ്ടി യേശു എഴുന്നേറ്റ് പറയും, ഏതാ കൊല്ലാട്ട് തോപ്പിലെ കുഞ്ഞമ്മയാണോ? കുഞ്ഞമ്മ യോഗത്തിന് പോയതാ. ഞാനും യോഗത്തിനുണ്ടായിരുന്നു.
അന്ന് യോഗത്തിന് പ്രസംഗിച്ചത് അനീഷ് കാവാല വരുന്ന പുള്ളിയാണ്. ഇച്ചിരി വിവരക്കേടൊക്കെ ആണെങ്കിലും 10 മണിക്കാണ് നിർത്തിയത്. ഇപ്പോൾ എത്രയായ സമയം? 9:30 ആയതേ ഉള്ളൂ. 10-നാ പുള്ളി 10-നാ യോഗം നിർത്തിയത്. 10-ന് യോഗം നിർത്തിയേച്ച് കുഞ്ഞമ്മേനെ സഭയിലെ 2 സഹോദരിമാരും ഒരു സഹോദരനും കൂടെ ചേർന്ന് ആ കാറെല്ലാം കൊണ്ടിരിക്കുന്നതാണ്. യേശു ക്രിസ്തു പക്ഷം പിടിച്ച് വാദിക്കും. അപ്പം മനസ്സിലായോ പക്ഷപാതം? അപ്പൊ എനിക്കും നിങ്ങൾക്കുമെതിരെ അപവാദിയാകുന്ന പിശാചി അപവാദം പറയുമ്പോൾ നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പ്രമാണത്തോടെ നിൽക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യും. അതുകൊണ്ട് പറയുക, നിങ്ങൾ അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു നല്ല പുത്തൻ വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അകന്നു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. 2, നിങ്ങൾ എന്നെ അങ്ങോട്ട് അവിടെ കിടന്ന് പുറകിൽ കിടന്ന് നോക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് എന്നെ അവിടെ എന്നെ അവിടെ വല്ല വിഷയമുണ്ടോ? ഞാനിതിനും വല്ല വിഷയമാണ്. സ്തോത്രം. അപ്പൊ എനിക്ക് നിങ്ങൾക്കുമെതിരെ യേശു പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. ധൈര്യത്തോടെ അടുത്തു വാ. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. 3, അവിടുത്തെ പരിശുദ്ധ രക്തം വ്യാപരിച്ചുകൊണ്ടിരിക്കുക, സകല പാപങ്ങളും പരിഹരിക്കുന്ന, സകല അകൃത്യങ്ങളും പരിഹരിക്കുന്ന അവിടുത്തെ പുണ്യാക രക്തം. ഈ രക്തത്തിന്റെ വിശേഷത നിർമ്മല രക്തമാ. ഇത് പുണ്യാക രക്തമാ. ഇത് പാപമോചിക്കുന്ന രക്തമാ. ഇത് രോഗം സൗഖ്യമാക്കുന്ന രക്തമാ. ഇത് വിലയേറിയ രക്തമാ. ഇത് സൗഖ്യം തരുന്ന രക്തമാ. ഈ രക്തം ഇന്ന് രാത്രിയും ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ പാപങ്ങൾ പരിഹരിക്കത്തില്ലെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അത് അങ്ങനെ തന്നെ. പാപം പരിഹരിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താലാ. ഇന്ന് രാത്രി ഈ പരിശുദ്ധ രക്തം വ്യാപരിക്കുന്നത് കൊണ്ട് നീ അകന്നു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ പൗലോസ് പറഞ്ഞ അടുത്തോട്ട് വരാൻ. 1, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. 2, അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നു. 3, പരിശുദ്ധ രക്തം വ്യാപരിക്കുക. അടുത്തു വരാൻ. അതുകൊണ്ട് ഞാൻ കൊല്ലാട്ട വിശ്വാസികളോട് പറയാം, ഈ സഭയോട് കൂറ് പുലർത്തി നിന്നോണം. ഇവിടെ കൂടി നിൽക്കുന്ന ആരാ? ദൈവമക്കൾ. ദൈവസഭയോട് കൂറ് പുലർത്തി വിശ്വസ്തരും വിശുദ്ധരുമായി ദൈവത്തെ സേവിക്കണം. നീ അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. അപ്പൊ ഈ അടുത്തു വരാൻ ഇവരെ ആഹ്വാനം കൊടുക്കുമ്പോൾ അടുത്തു വാന്ന് പറയുമ്പോൾ ഓടി വരുന്നതല്ല. പക്ഷേ പൗലോസ് പറഞ്ഞത് ഇനി അകന്നു പോകാൻ കാരണമുണ്ട്. അകന്നു പോകാൻ കാരണം 2 കാരണം അവിടെ കൊടുക്കുന്നത്. 1, ദുർമനസാക്ഷി. അങ്ങനല്ലേ പാസ്റ്റർ? ഒന്നുകൂടെ വാക്യം വായിച്ച ദുർമനസാക്ഷി. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല കൂടി നമുക്ക് ഉപദേശിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോധനം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. അപ്പൊ ശ്രദ്ധിക്കുക. 1, ദുർമനസാക്ഷി. 2, പരമാർത്ഥ ഹൃദയം നഷ്ടപ്പെട്ടു. ഈ 2 കാരണത്താലായി ഇവർ അകന്നു പോയത്. 1, പരമാർത്ഥ ഹൃദയമല്ല. ഒരു നല്ല ഹൃദയം ഇല്ല. മുഴുവൻ കുരുക്ക. സഭായത്തിന് ഇരിക്കുമ്പോൾ ഇരുന്ന് കുരുക്കി ചിന്തിക്കുക. ഒരു നല്ല ഹൃദയമല്ല. അത് നിങ്ങളുടെയും കുഴപ്പമല്ല. ഹൃദയം കർത്താവിന് കൊടുത്തേക്കില്ലേ? ചെലുപടത്തില്ല, ഞാൻ 75-ൽ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. അതുകൊണ്ട് ഹൃദയമില്ല. ഒരു നല്ല ഹൃദയം വേണം. പുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക്
നല്ലവനാകുന്നു നിശ്ചയം. നിശ്ചയം. അതാ അതിന്റെ പ്രമാണം. യേശു കർത്താവ് പഠിപ്പിച്ചതും അങ്ങനെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. അപ്പോൾ ഒരു നല്ല ഹൃദയം വേണം. ഇവർ അകന്നു പോകാൻ കാര്യം ശുദ്ധ ഹൃദയമില്ല. ദുർമനസാക്ഷി, നല്ല മനസാക്ഷിക്ക് നിരക്കാത്തതല്ലേ ചെയ്യുന്നത്. സഹോദരന്റെ അതിരുമാന്തി മനസാക്ഷിക്ക് നിരക്കുന്നതാണോ? പറ. ഇല്ല. സ്വന്തം സഹോദരനെ നീ തല്ലി, മനസാക്ഷിക്ക് നിന്റെ അനിയനല്ലേ, നിനക്ക് അപ്പൻ്റെ സാധനമല്ലേ, നീ അവൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് തത്തിച്ചോണ്ട് കൊല്ലാട് വഴി പറ. നിന്റെ സ്വന്തം സഹോദരനോട് നീ മിണ്ടുന്നില്ല, അവൻ IPC, നീ ഇറച്ചക്കോടിലും. വഴി വെച്ച് കണ്ടാൽ പോലും ഇന്നാളെ മീൻ മേടിക്കാൻ ചെന്നപ്പോൾ അവൻ നിൽക്കുന്ന, എന്നാൽ ഇന്ന് ഞാൻ മീൻ മേടിക്കുന്നില്ല, അവൻ നിൽക്കുന്നതുകൊണ്ട്. നല്ല മനസാക്ഷിയല്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം പെറ്റതള്ളക്ക് വെള്ളം കൊടുക്കുന്നില്ലല്ലോ, മനസാക്ഷി ശരിയല്ല. സ്വന്തം പെറ്റതള്ള അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. പ്രായമുള്ള അമ്മയുടെ ചട്ടയോ മുണ്ടോ തുണിയോ ഒന്ന് കഴുകി കൊടുക്കുന്നില്ലല്ലോ. തള്ളയെ അത്ര പൊരിഞ്ഞ മോള, വേണ്ട എന്നെ അങ്ങനെ എൻ്റെ ഒന്നും കഴുകൊന്നും വേണ്ട എനിക്ക്. എന്നാൽ കൊച്ചുങ്ങളിലോട്ട് കൊടുക്കണ്ടേ, കൊച്ചുങ്ങളിത് കഴുകണ്ടേ? എന്നെ നിങ്ങളെല്ലാം തമ്പിച്ചിരിക്കുന്നേ. നല്ല മനസാക്ഷി വേണമെന്ന്. സ്തോത്രം. ഒരു ഭിക്ഷക്കാരൻ ഉച്ച സമയത്ത് വന്ന് അകത്ത് കയറ്റേണ്ട സാഹചര്യമൊക്കെ ഇപ്പം നമുക്കറിയാം. അവന് വിശന്നാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. കൂടെ ആരാധിക്കുന്നവന് കയറി കിടക്കാൻ ഇടമില്ല, 1 സെന്റ് ഭൂമിയില്ല. നീ സഭയെ കൂടുന്ന ആളാ, നിനക്ക് 5 ഏക്കർ വസ്തുണ്ട്, 5 സെന്റ് അവന് കൊടുക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ എന്തേലും പറ, നമുക്ക് പോകേണ്ടതല്ലേ. കൊടുക്കുമെങ്കിൽ കൊടുക്കുമെന്ന് പറ, ഇല്ലെന്ന് പറ, നമുക്ക് എന്തായാലും പോകണം. നല്ലൊരു മനസാക്ഷി വേണ്ടേ? നിനക്ക് 30 സാരി ഉണ്ടല്ലോ, നിന്റെ കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് നല്ല സാരി ഇല്ല, 2 എടുത്ത് അവർക്ക് കൊടുക്കേ. പഴകിയതും പൊടിഞ്ഞതും തട്ടിക്കീറിയതും കൊടുക്കരുത്. മനസ്സിലാകുന്നുണ്ട്? മേരി ഇത് തട്ടിക്കീറിയെന്നേ ഉള്ളൂ, എന്നാലും തുന്നിയാൽ മതി, കൊടുത്തോണ്ട് കുറച്ച് നാളൊക്കെ. എന്നെ നല്ല മനസാക്ഷി വേണ്ടേ? പറ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നിടത്തല്ലേ ഇപ്പം പറയാം. നിന്റെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, അപ്പുറം ഒരു പ്രായമുള്ള അമ്മയും 2 പിള്ളേരും അപ്പുറമുണ്ട്, മണമടിക്കും. അടുത്തടുത്തൊക്കെ വീടാന്നേലേ. ഒത്തിരി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു പാത്രം, ഒരു ഡെവറായിക്കകത്ത്, പഴയ ഭാഷ ഡെവറ. നിങ്ങൾ അങ്ങനെ ഇവിടെ വല്ലതും പറ, ഡെവറ എന്ന് വല്ല കേട്ടിട്ടുണ്ടോ? എന്നിട്ടാണ് കേൾക്കാത്ത ഭാഗത്ത് ഇരുന്നത്. ഡെവറ ഒത്തിരി ഒന്നും കൊടുക്കാൻ കാണത്തില്ല. അതിനകത്ത് ഇച്ചിരി ഭക്ഷണം എടുത്ത് ആ പ്രായമുള്ള അമ്മയ്ക്ക് കൊച്ചിനെ കൊണ്ട് കൊടുക്കണം. കുഞ്ഞുങ്ങളല്ലേ, പ്രായമുള്ളവരല്ലേ, ഒത്തിരി ഒന്നും കാണത്തില്ല. നല്ല മനസാക്ഷി വേണ്ടേ? സ്തോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞു, റോഡ് ക്രോസ് ചെയ്യാനൊരു അമ്മ നിൽക്കുക. എത്ര ധൃതിയാണെങ്കിലും കാണുകയാണെങ്കിൽ ഇറങ്ങി ചെന്നല്ലേ നടന്നു ചെന്നാൽ കൈക്ക് പിടിച്ചപ്പറേ മനസാക്ഷി വേണ്ടേ? നല്ലൊരു മനസാക്ഷി വേണ്ടേ? നല്ല മനസാക്ഷിയോടെ പ്രാർത്ഥിക്കണ്ടേ? എന്നാണോ നിങ്ങളെല്ലാം? ഞാനിപ്പോൾ അങ്ങ് പോയേക്കാം, ഞാൻ അധികം പറ്റാന്നെങ്കിൽ. അപ്പൊ ഇവർ അകന്നു പോകാൻ കാരണം 2 കാര്യത്താലാ. 1 ശുദ്ധ ഹൃദയമില്ല, 2 ദുർമനസാക്ഷി. ഈ 2 കാരണത്താൽ അകന്നു പോയവരെ പറയ അടുത്തു വാ. 3 കാര്യങ്ങൾ കാട്ടിച്ചേച്ചാ വിളിക്കുന്നത്. 1 ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്, അടുത്തു വാ. 2 അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്, അടുത്തു വാ. 3 അവിടുത്തെ പരിശുദ്ധ രക്തം വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവര് അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അടുത്തോട്ട് വരുമ്പോൾ അതുകൂടെ പറഞ്ഞ് നിർത്താം, അന്നേരം 10 മണിയാകും. അടുത്തോട്ട് വരാൻ പറയുമ്പോൾ വെറുതെ ഓടി അടുത്ത് വരുത്, ശുദ്ധീകരണത്തോടെ വേണം അടുത്ത് വരാൻ. എന്തോ ശുദ്ധീകരണം? ആ കണ്ണികക്കകത്ത് 2 വിധത്തിൽ ശുദ്ധീകരണം. അതിങ്ങനെ ചിന്തിക്കാം. 1 ബാഹ്യ ശുദ്ധീകരണവും 2 ആന്തരിക ശുദ്ധീകരണവും. ഈ 2 വിധത്തിലെ ശുദ്ധീകരണം നടക്കണം. ഏതാ? ബാഹ്യ ശുദ്ധീകരണോ ആന്തരിക ശുദ്ധീകരണോ? ആന്തരിക ശുദ്ധീകരണം നടക്കുന്നതിനെ പറ്റി ആ കണ്ണിക്ക് അതുകൊണ്ട് ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനൊരു പദം ഉണ്ടല്ലോ പാസ്റ്ററെ, വായിച്ച്. ഹൃദയങ്ങളിൽ തളിക്കണം. നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. അപ്പോൾ ഹൃദയം പുറത്തല്ലല്ലോ, ഹൃദയം അകത്തല്ലേ. അതാ ഞാൻ പറഞ്ഞ ആന്തരിക ശുദ്ധീകരണം. ഹൃദയങ്ങളിൽ തളിക്കണം.
ഇത്രയും വലിപ്പം ഉള്ളെന്നൊക്കെ ആ സയൻസ് പറയുന്നത്. മോളെ എന്തുവാ പഠിക്കുന്നത്? നേഴ്സിംഗ് പഠിക്കുന്ന ആരുമില്ല. അതിനത്ര കൊള്ളുകയിലെത്താന്ന് പറയാൻ. പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? പഠിച്ചെല്ലാം കഴിഞ്ഞു. ജോലിയുണ്ടോ? എവിടാ? ഇപ്പം എന്നാ പോകുന്നില്ലേ? എന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ, വഴി തുറക്കട്ടെ. ദൈവത്തിന് അല്ല, കാര്യങ്ങൾ അറിയണ്ടേ, എന്നെ ചോദിക്കും. ദൈവം വഴി തുറക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് സയൻസ് ഒന്നും അറിയാൻ പറ്റില്ല, പറഞ്ഞുള്ള അറിവാ. ഇത്രയും വലിപ്പം ഉള്ളെന്നാ പറയുന്നത്. ആണോ? അതൊരു ചെമ്പ് കലത്തിന് എത്ര ഉണ്ടോ? പറ, ഉറക്കെ അങ്ങ് പറ. ഇത്ര ഉള്ളു. പഠിച്ചവര് പറഞ്ഞ 4 അറയുണ്ടെന്നാ. ആണോ? പിന്നെ ഞാൻ ഒരിക്കലും വായിച്ചപ്പോൾ മനസ്സിലായി, നല്ല ആരോഗ്യവാനായ ദൃഢഗാത്രനായ അത്ര നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യന്റെ ഹൃദയത്തിന് കൂടി വന്നാൽ 650-750 ഗ്രാം തൂക്കം, 1 കിലോ ഇല്ല. നിന്റെ ഇരിപ്പം കണ്ട ഒരു 4 കിലോ ഹൃദയവുമായിട്ടാ നീ. എൻ്റെ നോട്ടോ ഇരിപ്പം കണ്ട എൻ്റെ ഹൃദയത്തിന് 5 കിലോ ഉണ്ട്. അങ്ങനല്ലേ മോളെ? അപ്പൊ ഇത്ര വലിപ്പമുള്ള 4 അറയുണ്ട്, 650-750 ഗ്രാം തൂക്കം ഉള്ളെങ്കിലും എന്തെല്ലാം കുരുക്ക ഇതിനകത്തിരിക്കുന്നെന്നറിയാമോ? ദുശ്ചിന്ത, പാക, പറ, പിണക്കം, ഓർക്ക പറ. അല്ലേലിയാകെ പിന്നെ പറയാം, മുട്ട് നിൽക്കുക. അല്ലേലിയ പറയാഞ്ഞിട്ട് ചോദിച്ചതിന് സമാധാനം പറ. മുട്ട് നിൽക്കുക, അല്ലേലിയ പറയാൻ. ഇതിനകത്തെ ദുശ്ചിന്തയും പകയും പിണക്കവും കോപവും ക്രോധവും ഈർഷ്യയും ധനപക്ഷവും ഭിന്നതയും അസൂയ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ ഗ്ലോറി, വിക്ടറി, കാൽവറി, ജീസസ്, വിക്ടറി, നെയിം ഓഫ് ജീസസ്. ഇതിനകത്ത് നഗേല കുരുക്കും. ഇത് ക്ലിയർ ആകണം. അത് ക്ലിയർ ആകണമെങ്കിൽ രക്തം തളിക്കണം, ഹൃദയങ്ങൾ തളിക്കണം. ഇവിടുത്തെ ഒരു ഭൗതിക വസ്തു കൊണ്ട് ആരുടെയും ഹൃദയം ശുദ്ധീകരിക്കാൻ ഒക്കത്തില്ല. ഒരു മെറ്റീരിയലായ ഒരു വസ്തുത കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഒക്കത്തില്ല. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് അവിടുത്തെ പരിശുദ്ധ രക്തത്താലാണ്. അപ്പൊ അത് ആന്തരിക ശുദ്ധീകരണം വിവരിക്കുന്നില്ല. 2 വിധത്തിലെ ശുദ്ധീകരണമാണ്. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, അതാ ഹൃദയം. 2 ബാഹ്യ ശുദ്ധീകരണം, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശുദ്ധവെള്ളത്താൽ, വായിച്ചേ, ശുദ്ധവെള്ളത്താൽ ഹൃദയം, നാം ദുർമനസാക്ഷി നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ശരീരം കഴുകണം ശുദ്ധവെള്ളത്താൽ. ശ്രദ്ധിച്ചേ, അപ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, അത് യേശുവിന്റെ രക്തത്താൽ. ആർക്കും ആരുടെയും ഹൃദയത്തിൽ കയറി ശുദ്ധീകരിക്കാനൊക്കത്തില്ല. ഹൃദയത്തിനകത്തിരിക്കുന്ന കണ്ടുപിടിക്കാനും ഒക്കുകയല്ല. അടുത്തിരിക്കുന്ന അമ്മാമ്മയുടെ ഹൃദയത്തിൽ അടുത്തിരിക്കുന്ന അമ്മാമ്മ മനസ്സിലാക്കാൻ 2 പേരും ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കത്തില്ല. ഈ കഥാരെടുത്ത തള്ളയുടെ തലയടിച്ച് അത്ര സാധനം ചിന്തിച്ചോണ്ട് അടുത്ത് ഇരിക്കുന്നത്. സെക്രട്ടറിയും ട്രഷററും അടുത്തടുത്തായിരിക്കുന്നത്. ആ സൈഡിലെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിരിക്കുന്ന കണ്ടുപിടിക്കാനൊക്കുന്നെങ്കിൽ ആംബുലൻസ് സഹിതം നമ്മുടെ ഹോളിന്റെ വാതിൽക്ക വരും. അതുപോലത്തെ ചിന്തിച്ചായിരിക്കുന്നത്. ഇത് ആർക്കും കണ്ടുപിടിക്കാനും ഒക്കത്തില്ല, ആരെ കൊണ്ട് പരിഹരിക്കാനും ശുദ്ധീകരിക്കാനും ഒക്കത്തില്ല. പിന്നെ അത് ശുദ്ധീകരിക്കുന്നത് സർവജ്ഞനായ യേശുവിന്റെ രക്തത്താലാണ്. അതാണ് ആന്തരിക ശുദ്ധീകരണം. 2 ബാഹ്യ ശുദ്ധീകരണം, അതാണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. അവിടെ അത് ബാഹ്യ ശുദ്ധീകരണം. ഈ ശുദ്ധവെള്ളം എന്നുള്ള പ്രയോഗം അത് മിനറൽ വാട്ടറിന്റെ കാര്യമല്ല. അല്ല, മിനറൽ വാട്ടർ കൊണ്ട് മാത്രം കുളിക്കുന്ന ആളുണ്ടായിരുന്നു. ഇപ്പൊ കുളിയില്ല. ആരാന്ന് പിടി കിട്ടിയോ? അതാ സ്തോത്രം. പേപ്പർ വായിച്ചതല്ലേ പുള്ളി, മിനറൽ വാട്ടർ കൊണ്ട് ഞാൻ പേപ്പർ വായിച്ചല്ല, പുള്ളിയുടെ പുറകെ കടന്ന് കണ്ടാണ് ഞാൻ പേപ്പറെ കണ്ടത്. പക്ഷെ ഇപ്പോൾ അത് നടക്കുന്നില്ല. അത് വേറൊരു വിഷയം. അപ്പൊ ഇവിടെ ശുദ്ധവെള്ളം എന്ന് ഉദ്ദേശിച്ചത്
വിലയ്ക്ക് മേടിക്കുന്ന മിനറൽ വാട്ടറിന്റെ കാര്യമല്ല. അവിടെ ശുദ്ധവെള്ളം എന്ന് കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ വചനം, നിർമ്മല വചനം. അത് തെളിയിക്കണമെങ്കിൽ നമ്മളെല്ലാവരും പാടുന്ന ഒരു പഴയ പാട്ട് പാടുമ്പോൾ അത് തെളിയും. നമ്മളെല്ലാം പാടുകയല്ലേ, പോഷിപ്പിക്കാ പത്യപ്പറ്റേ നമ്മ ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാ പത്യവനേ നമ്മ ക്ഷീരത്താലെന്നെ നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം നിത്യം കുടി. അപ്പൊ ശ്രദ്ധിച്ചേ, പാട്ടുകാരൻ കൊടുത്തത് നിർമ്മല തോയം. തോയം യോ സ്കൂളിൽ പഠിച്ചല്ലോ. സലിലം, ജലം, തോയം, ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായങ്ങളായിട്ട് പഠിച്ചതല്ലേ. അപ്പൊ നിർമ്മല തോയം, തോയം വെള്ളം, നിർമ്മല തോയം എന്ന് പറഞ്ഞാൽ ശുദ്ധ വെള്ളം. അതാ അവിടെ കൊടുക്കുന്നത്. ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകണം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത ദൈവത്തിന്റെ വചനത്താൽ ഭാഗ്യശുദ്ധീകരണം നടക്കണം എന്ന് പറഞ്ഞാൽ ഉപദേശമാരെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. പ്രസംഗിക്കുമ്പോ ഉപദേശം പറയുമ്പോ തീർത്ത് പറയണം. നീ സോപ്പിട്ട് ഇതിനകത്ത് മായ ഒന്നും ചേർത്ത്. ബ്ലേഡുകാരൻ കാരണം സഭയിൽ ബ്ലേഡ് പാപ്പി, അന്നേരം അവനെ വെച്ച് 15-ാം സങ്കീർത്തവിടെ നല്ല പെരുക്കണം. ഒന്നെങ്കിൽ അവൻ സഭ വിട്ടു പോകണം, ഇല്ലേ ബ്ലേഡ് അന്ന് മായ ഒന്നും ചേർക്കരുത്. സ്തോത്രം, സ്തോത്രം. മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാത്ത ചിന്നമ്മ, അന്നമ്മ, മേരിയും ചിന്നയും ഒക്കെ കാണും. തങ്കച്ചനും ബാബുവും ഒക്കെ കാണും സഭയ്ക്ക്. അന്നേരോ എഫേസ്യ ലേഖനം 6:1 എടുക്കണം. എഴുത്തിവനെ ശരിയാക്കണം. മായ ഒന്നും പറ ചേർക്കരുത്. നിനക്ക് നന്മയുണ്ടാകണം, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ അല്ല അപ്പനെ അനാഥ മന്ദിരത്തിൽ അഗതി മന്ദിരത്തിൽ കൊണ്ട് മുണ്ടകപ്പാടത്തല്ല അപ്പം കിടക്കേണ്ടത്. മനസ്സിലായോ? അപ്പനും അമ്മയും മുണ്ടകപ്പാടത്ത് അവിടെ അല്ലെന്ന് കിടക്കേണ്ടത്. അപ്പൊ അവന് നല്ല ശരിക്കും മായമില്ലാത്ത വചനം കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. പെന്തിക്കോസ് ഉപദേശവും കൂടെ ആയി പറയുന്നതേ. ആഭരണമെല്ലാം ഇട്ടുകൊണ്ട് വരുന്നവർ കാണും. അവർക്ക് മായ ഒന്നും ചേർത്ത് കൊടുക്കരുത്, അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യരുത്. എന്നാ സ്തോത്രം. തിരുമേശം കൊടുക്കണ്ട. അല്ല, നീ ഈ മാർഗത്തിൽ നിന്ന് മാറണം. രണ്ടിലൊന്നറിയണം. ഇതിനകത്ത് മായ ഒന്നും ചേർക്കരുത്. സ്വന്തം സഹോദരനോട് മിണ്ടാത്തവർ കാണും. സ്വന്തം സഹോദരനോട് അവനോട് പറയണം, നീ പോയി നിരപ്പാകാൻ പറയണം. നിന്റെ അനിയനല്ലേ, ചേട്ടനല്ലേ, നീ അവനോട് പോയി നിരപ്പ് അയച്ച് കർത്തമേശ എടുത്താൽ മതി. നീ എന്തിനാ സ്വന്തം അനിയനോട് മിണ്ടുകയല്ലോ, സ്വന്തം ചേട്ടനോട് മിണ്ടുകയല്ലോ, സ്വന്തം ചേട്ടത്തിയോട് അനിയത്തിയോട് നീ മിണ്ടുകയല്ലോ. നീ തിരുമേശ എടുക്കരുത്, നിനക്കുള്ളതല്ലിത്. നിനക്ക് വേണേ എൻ്റെ കൊല്ലാക്കിட்ட കൊല്ലം പോയി ബണ്ണ് മേടിച്ച് തിന്ന് വീട്ടിൽ പൊക്കോണം. 1:30 ആകുമ്പോൾ 3 ബണ്ണ് മേടിച്ചു, അവിടെ മുതൽ തിന്ന് വീട്ടിൽ പൊക്കോണം. അവനും കൊടുത്തേക്കണം. അവനാണല്ലോ, അവനും കൊടുത്തേക്കണം ഒരു ബണ്ണ് തിന്നിടാന്ന് പറയണം. നീ തിരുമേശ എടുക്കരുത് വന്ന്, അത് നിനക്കുള്ളതല്ല. 1 കിലോ മുന്തിരിങ്ങ മേടിച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞെരടി വെച്ച് 2 പേരുടെ വയ്യോളം കുടിച്ചോണം. ഇതിൽ നിന്ന് വന്നെടുക്കരുത്. ഇത് അപ്പനോടും അമ്മയോടും മിണ്ടാത്തവൻ്റെ ഇല്ല തിരുമേശ കൊടുത്തു വിടുന്നത്. അവൻ്റെ അന്നേരത്തെ പക്വതി കാണും. ചുമ്മാ ഇതിനകത്തൊന്നും മായം ചേർക്കരുതെന്നായി പറഞ്ഞത്. ഞാൻ ഉദാഹരണം, എനിക്ക് ഇന്നങ്ങ് എടുക്കോളം പ്രസംഗിച്ചാൽ കൊള്ളാമെന്നാണ്. ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. സ്തോത്രം. ഇനി എന്നെ മേലി വിളിക്കുകയില്ല, ഇവർ വിളിപ്പിക്കത്തുമില്ല. ഇന്നുകൊണ്ട് ആദ്യത്തെ അവസാനത്തെ മരവാ കൊല്ലാട്ട്. സ്തോത്രം. എങ്ങനെയാണെങ്കിലും കൊള്ളാം, എല്ലാവരും നിത്യതയിലെത്തണം. ഒരു കുഞ്ഞുങ്ങൾ നശിക്കരുത്. സഹോദരങ്ങളോ മിണ്ടാത്തതൊക്കെ ഇന്ന് രാത്രി നിരപ്പായിക്കോണം. അപ്പനെ അമ്മയെ അന്വേഷിക്കാത്തതിനകത്ത് ഗ്ലോറി വിറ്റൊരു കാലം നീ പടലിയൊന്നും വെട്ടിക്കരുത്, മര്യാദയ്ക്ക് ഇരുന്നോണം. മേരി കാണുന്ന ഉപദേശിമാരെ അവൻ കിടന്ന് പളകും. ഇന്നൊരോ മര്യാദയ്ക്ക് ഇരുന്നോ അവിടെ. മാതാപിതാക്കളെ അന്വേഷിക്കാത്ത, സഹോദരങ്ങളോട് മിണ്ടാത്തവർ, അയലത്തുകാരോട് മിണ്ടാത്തവരും, വഴക്കും പുക്ക ഒരെണ്ണം വേണ്ടി പോരുത്. ഞാൻ പാടിക്കോളാം, എനിക്ക് പാട്ടൊക്കെ അറിയാം, നിന്റെ കോളൊന്നും വേണ്ട. ഞാൻ പാടാൻ വേണ്ടി തന്നെ ഇവരെ സൂപ്പാസ്റ്ററെ ഞാൻ കൊണ്ടുവന്നത്, കൊട്ടാനായിട്ട് ഇവരെയും കൊണ്ടുവന്നത്. ഇനി ഉണ്ടായിരുന്നാൽ മതി.
പക്ഷേ ക്രമീകരണം ഉള്ളവർ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. ഈ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നിൽക്കുന്നവർ ഇന്ന് രാത്രി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് മായമൊന്നും ചേർക്കരുത്. ദൈവത്തിന് മഹത്വം. 2 ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. അകത്ത് ശുദ്ധീകരണം ക്ലിയർ ആണെന്നേ പുറത്തും അറിയാം. മനസ്സിലായോ? അകത്തെ ശുദ്ധീകരണം ക്ലിയർ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തും അറിയാം. ഞാൻ പറയാറുണ്ട്, അകത്ത് പഠിക്കും തോറും പുറത്തറിയാം. ഇല്ലേ? പണ്ടൊക്കെ വാഴക്കൊല പഠിപ്പിക്കുന്ന എങ്ങനെയാ? കുഴിയെടുത്ത അതിനകത്ത് ഈ കല്യാണത്തിനൊക്കെ 5 വെട്ടും 10 കൊല വാഴക്കൊല കുഴിക്കകത്തോട്ട് ഇറക്കി വെച്ച് അതിൻ്റെ മേളി പലകയോ എന്തെങ്കിലും പാകി മണ്ണുമൊക്കെ ഇട്ട് ചപ്പുമൊക്കെ ഇട്ടേച്ച് ഒന്നുണ്ട് കിടുത്തിട്ട് പുകയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ചില പിള്ളേർ ഒന്ന് നോക്കും. അപ്പം നോക്കുമ്പോൾ അറിയാം ഇത് പഴുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എങ്ങനെ അറിയാം? പഴത്തിനകത്ത് പഴുപ്പ് കയറും തോറും പുറത്തറിയാം. ചെമ്പഴം കൊണ്ടതറിയാം, വാഴുന്നതറിയാം, നല്ല പഴം അറിയാം, പഴുത്തതറിയാം എന്ന് പറഞ്ഞ് അകത്തോട്ട് പ്രമാണം കയറുമ്പോൾ പുറത്തറിയാം. അകത്തോട്ട് ഈ പ്രമാണം അങ്ങോട്ട് അകത്തോട്ട് കയറണം. ഈ അകത്തോട്ട് പ്രമാണം കയറണമെങ്കിൽ ഉപദേശിമാര് സോപ്പ് ഇട്ട് പ്രസംഗിക്കരുതെന്നായി പറഞ്ഞത്. നിന്റെ സോപ്പ് പരിപാടി നിർത്തി ഇപ്പൊ ചുമ്മാ ഇരിക്കുന്നതിന് അങ്ങ് പാസ്റ്റർ ആകുക. വെറുതെ രാത്രി അവൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല, രാവിലെ ഭൂതികളൊക്കെ ഉണ്ടായി. ഒരു വെള്ള ഷർട്ട് വിട്ട് ഒരു ബൈബിൾ പാട്ട്. എന്നാരാ? നമ്മുടെ പാസ്റ്റർ. ഇന്നലെ അവൻ ആ പാറക്കലിക്ക് ഇരിക്കുന്നതുണ്ടല്ലോ. രാത്രി ദൈവം വിളിച്ചു. എങ്ങനെ? വെട്ടം കണ്ട്. അത് കാറ് പോയതാ. അല്ല, അയ്യോ നിന്നെ വിളിച്ചാന്ന്. ഒന്നേ കണ്ടോളന്ന്. കാറങ്ങ് ഓടിപ്പോയി പൂന്തുരുത്തിന്. വെട്ടം കണ്ടാന്ന്. അകത്ത് പ്രമാണം കയറണമെങ്കിൽ പ്രമാണം ശരിക്ക് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രമാണം അകത്തോട്ട് കയറുമ്പോൾ പുറത്തറിയാം പെന്തിക്കോസ്. സ്തോത്രം. ഇന്ന് രാത്രി എല്ലാവരും അടുത്ത് വരണം. 2 കാര്യങ്ങളാൽ അകന്നു. ഏതാ? ദുർമനസാക്ഷിയും ശുദ്ധഹൃദയവും ഇല്ല. അകന്നു പോയവരോട് പറഞ്ഞ് പതറണ്ട, ഇന്ന് രാത്രി അടുത്ത് പോകാൻ പറ്റിയ 3 കാര്യം ചൂണ്ടിക്കാണിച്ചു. 1, ദേഹമെന്ന തിരശ്ശീല ക്രിസ്തു ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് വാ. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, അടുത്ത് വാ. 3, സകല പാപങ്ങളും പരിഹരിക്കുന്ന അവിടുത്തെ പുണ്യാക രക്തമുണ്ട്, ഇന്ന് രാത്രി അടുത്ത് വാ. അടുത്ത് വരുമ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ഭാഗ്യ ശുദ്ധീകരണം. ശുദ്ധീകരണത്തോട് ഇന്ന് രാത്രി അടുത്ത് ചെല്ലണം. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാര് ചേർപ്പാൻ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അവിടുന്ന് പ്രത്യക്ഷപ്പെടും നമ്മുടെ സകല ദുരിതങ്ങളും മങ്കപ്പാടുകളും മാറും. ഈ താഴ്ചകളുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുഭവപ്പെടാൻ പോവുകയാ. അവൻ താൻ ഇരിക്കുമ്പോൾ അവൻ തന്നെ കാണുന്നവരാകൊണ്ട് നമ്മൾ അവനോട് സദൃശന്മാരാൻ പോകാൻ പോവുകയാ. ഈ പ്രത്യാശയാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഇത് ജീവനുള്ള പ്രത്യാശ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിന് മുമ്പായിട്ട് ഒറ്റവാക്കി പ്രാർത്ഥിക്കരുത്. ചിലപ്പം വീട്ടിലോ വഴിയിലോ ദൂരെയോ ശബ്ദപരിധിയിൽ നിന്നായിരിക്കും മതി ഇത്രയും പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാണ്, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ പാപം മോചിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം, അവിടുത്തെ പൈതലാക്കി എന്നെ തീർക്കണം. ആമേൻ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ യേശു രക്ഷിച്ചു. ആ ഭാഗ്യപദവി അനുഭവിക്കുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. ആ പഴയ പാട്ടിൻ്റെ കൃത്യം 10 ഞാൻ നിർത്തി. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ നമുക്ക് കൈയടിച്ച് പാടി ഇന്ന് രാത്രി അങ്ങ് പിരിയാം. ഒരു പഴയ പാട്ടാ. വരുമേ തിരുവായി മോട്ടിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗമഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ട് കൈയടിച്ച് പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ട് ഇരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാൻ എൻ്റെ വീട്ടിലെന്നതാ. സ്വർഗീയ നാടെന്നു കാണാൻ
രാജന്റെ വീട്ടിലെന്നെത്താം. ഓ നവയറൂജലം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോ, ഓ നവയറൂജലം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോ, ഓർക്കുമ്പോൾ വേഗം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ, സ്നേഹം വർദ്ധിച്ചിടും കൈയടിച്ച് പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്ന് സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താം. ഇളകുന്നേ രാജ്യത്തെ വിറയ്ക്കുന്നേ, ലോകമാകെ ഇളകുന്നേ രാജ്യത്തെ വിറയ്ക്കുന്നേ. വിശുദ്ധ ജനങ്ങൾ ഒരു നേരം തന്നിൽ ഉയർന്നു മണ്ണിൽ നിന്ന് ഉയരപ്പോ, വിശുദ്ധ ജനങ്ങൾ ഒരു നേരം തന്നിൽ ഉയർന്നു മണ്ണിൽ നിന്ന് ഉയരപ്പോ, ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ, ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ. വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ആ കാന്താവരവു കാത്തു കാത്തു ഞങ്ങളെത്ര നാൾ പാർത്തിടണം, കാന്താവരവു കാത്തു കാത്തു ഞങ്ങളെത്ര നാൾ പാർത്തിടണം. ഓ എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു, എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു. എന്നു നീ വന്നു കണ്ടിടും പൊന്മുഖ ഒന്ന് ചുംബിക്കുവാൻ, എന്നു നീ പൊന്മുഖ ഒന്ന് ചുംബിക്കുവാൻ. വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ഓ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ glory hallelujah. ഓ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഓൺലൈനിലുള്ള ദൈവമക്കളോടും ഇവിടെയുള്ള ദൈവമക്കളോടും പറയുന്നു, എനിക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപ പകരുന്നത് കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനി ഒരു ചോടെങ്കിലും മുമ്പോട്ട് വേണമെങ്കിൽ